ജോയ്സ് ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ചാനലിലൂടെ കടന്നു വരുന്നതായ ഓരോ സാക്ഷ്യങ്ങളും നിങ്ങളുടെ ഓരോരുത്തരെയും ആത്മീക ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനും കർത്താവിനോട് നിങ്ങളെ അത് അടുപ്പിക്കുന്നതിന് മുഖാന്തരവുമായി തീരട്ടെ എന്ന് ഞങ്ങൾ കർത്താവിൽ ആശംസിക്കുന്നു. നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടേതായ സാക്ഷ്യങ്ങൾ ഞങ്ങളുടെ ചാനലിൽ ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്ക്രീനിൽ കാണുന്നതായ ഈ നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു പൈതലാണ് കടന്നു വന്നിരിക്കുന്നത്, പ്രേസ് പോൾസൺ. പ്രിയ പൈതലിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിട്ട് അവന് ഇപ്പോഴൊരു കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ജോലിയും കൊടുത്തിരിക്കുകയാണ്. ആ പ്രിയ പൈതൽ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ ആയിരിക്കുന്നു. ആ പ്രിയ പൈതലിനെ നമുക്ക് ഈ പകൽക്കാലം നൽകി തന്ന ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. പ്രിയ പൈതലിനെ ജോയ്സ് ടിവിയിലേക്ക് അനുഭവം ഷെയർ ചെയ്യുന്നതിന് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. മോനെ, എന്തുകൊണ്ട് സന്തോഷമായിരിക്കുന്നു? പ്രൈസ് ലോർഡ്. എൻ്റെ ക്ഷേമമായിരിക്കുന്നു, കൃപയാൽ സന്തോഷമായി പോകുന്നു. ഓക്കെ മോനെ, കർത്താവ് സഹായിക്കട്ടെ. മോൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നപ്പാ, സ്തുതിക്കുന്നപ്പാ. ഹല്ലേലൂയ. ഞങ്ങളുടെ നാമം ശ്രേഷ്ഠ നാമമാണ്. ഹല്ലേലൂയ. ആ മഹാനാമത്തിൽ കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിൽ അടുത്തു വരുന്ന കർത്താവേ. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ ഇവിടെ ഷെയർ ചെയ്യുന്ന ജീവിതാനുഭവം അനേക ജീവിതങ്ങൾക്ക് ആശ്വാസമായി മാറുവാൻ, അനേകർക്ക് വിടുതലായി തീരുവാൻ, അനേകർ ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാൻ മുഖാന്തരമായി തീരുവാൻ പരിശുദ്ധാത്മാവ് തന്നെ സഹായിക്കണമേ. പ്രിയവൈദൻ്റെ വായോടും നാവോടും അങ്ങയുടെ ആത്മാവ് കൂടെ ഇരിക്കണമേ. കേൾക്കുന്നവരെ എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ചാട്ടോ. നെറ്റ്വർക്ക് സിസ്റ്റം എല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളെ അങ്ങയുടെ വലിയ നിയന്ത്രണത്തിനുള്ളിൽ ഇരുത്തിയാട്ടോ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. പ്രൈസ് കർത്താവ് സഹായിക്കട്ടെ. ഇനിയുള്ള സമയം ഞാൻ പ്രൈസിന് നൽകി തരികയാണ്. ഓക്കെ, താങ്ക് യു, വെൽക്കം. കർത്താവ് സഹായിക്കട്ടെ. ആമേൻ. താങ്ക് യു ആൻഡി. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ജോയ്സ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും അതോടൊപ്പം തന്നെ വിശേഷ ആൻഡിക്കും ഇതിനോടനുബന്ധിച്ചിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും വീണ്ടും വരുന്നതിനായ ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇങ്ങനൊരു മാധ്യമത്തിലൂടെ സാക്ഷ്യം പറയുവാൻ, എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകളെ, അങ്ങനെയാണ് സംഗീതക്കാരൻ ഇങ്ങനെ പ്രകാരം പറയുന്നു: എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ സർവാംഗ അന്തരംഗമേ തന്റെ നാമത്തെ കീർത്തിക്കുക. അതോടൊപ്പം തന്നെ സംഗീതങ്ങളും ഇങ്ങനെ വായിക്കുന്നു: ഹല്ലേലൂയ, താൻ ചെയ്ത ഉപകാരങ്ങളെ ഒന്നും മറക്കരുത്. ഹല്ലേലൂയ. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ആ ഉപകാരങ്ങളെ, ആ നന്മകളെ ഓർത്ത് ഹല്ലേലൂയ അത് നിങ്ങളോട് പങ്കുവെക്കുവാൻ തക്കവണ്ണം ഒരുക്കി തന്ന ഈ മഹാഭാഗ്യത്തിന് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് പ്രേസ്. ഞാൻ കർണാടക സ്റ്റേറ്റിലെ ഉടുപ്പി ജില്ലയിൽ ബൈന്ദൂർ എന്ന് പറഞ്ഞ ടൗണിൽ, അവിടുന്ന് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം കുറച്ചുകൂടി ഗ്രാമത്തിലേക്ക് കടന്നു പോകണം, അവിടെ ആ സ്ഥലത്തായിരിക്കുന്നു. നീണ്ട 18 വർഷക്കാലമായി ഞങ്ങൾ കുടുംബമായി, വീട്ടിൽ പപ്പയുണ്ട്, മമ്മിയുണ്ട്, ചേച്ചിയുണ്ട്, ഞാനുണ്ട്. ഞങ്ങള് ദൈവവേലയിലായിരിക്കുന്നു. 25-ലധികം വർഷമായി കുടുംബമായി ക്രിസ്തുവിന്റെ വേലയിൽ ആയിരിക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. ഇവിടെ 18 വർഷമായി കർണാടകയിൽ ഈ പ്രദേശത്തായിരിക്കുന്നു. ആൻഡ് ഈ ആരംഭത്തിൽ പറഞ്ഞതുപോലെ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയർ വിദ്യാർത്ഥിയാണ്. VIT യൂണിവേഴ്സിറ്റി അവിടെ വിജയവാഡ ക്യാമ്പസിൽ പഠിച്ചു. ഇനി ഒരു 6 മാസത്തിനുള്ളിൽ എൻ്റെ കോഴ്സ് ദൈവം സഹായിച്ചാൽ കംപ്ലീറ്റ് ആയി ഗ്രാജുവേഷൻ ആകുവാൻ തക്കണം ദൈവം സഹായിക്കുന്നു. ചേച്ചി ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റ് ആണ്, ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നു. പപ്പ ഫുൾ ടൈം മിനിസ്ട്രിയിലാണ്. ഞങ്ങളിവിടെ കർണാടകയിൽ IPC സഭയുടെ ഒരു സഭയുമായി ഞങ്ങളിവിടെ കർണാടകയിലായിരിക്കുന്നു. മമ്മി വീട്ടിൽ പപ്പയുടെ കൂടെ ശുശ്രൂഷകൾ സഹായിക്കുന്നു. മറ്റ് വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി മമ്മി ഉണ്ട്. അങ്ങനെ കൃപയാൽ ഒരു അനുഗ്രഹീതമായി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരംഭങ്ങൾ, ഞങ്ങളുടെ കുടുംബത്തിന്റെ ആരംഭങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ലോകദൃഷ്ടിയിൽ ഒരു അനുഗ്രഹവുമില്ല. എല്ലാവരുമാൽ ഒരുപക്ഷെ ശാപം മാത്രം അനുഭവിക്കുവാൻ വിധിക്കപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ കഷ്ടങ്ങളിലും ദുഃഖങ്ങളിലും നീണ്ട് ഒരുപക്ഷെ ജീവിതയാത്രയുടെ മധ്യയിൽ വെച്ച് തന്നെ ഒരുപക്ഷെ ഇങ്ങനെ ഒരു കുടുംബം പോലും ലോകത്ത് ഉണ്ടാകാൻ സാധ്യതയില്ല എന്നിടത്ത് നിന്ന് ഹല്ലേലൂയ ജീവനില്ലാതെ അറ്റുകിടന്ന ഹല്ലേലൂയ ആ താഴ്വരയിലെ അസ്ഥികളെ പോലെ തമ്മിൽ ഒരു ബന്ധവുമില്ലാതെ ഉണങ്ങി വരേണ്ട അസ്ഥികളിൽ ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ അവിടെ പ്രവർത്തിച്ചപ്പോൾ, പ്രവാചകനിലൂടെ അത് ദൈവം അവിടെ പ്രവർത്തിച്ചപ്പോൾ ഹല്ലേലൂയ അവിടെ ആ അസ്ഥികൾ കൂടി ചേർന്ന് ഒരു സൈന്യമായി വന്നതുപോലെ ഹല്ലേലൂയ ഒന്നുമില്ലായിരുന്നിടത്ത് നിന്നും ഹല്ലേലൂയ ദൈവം
കൊണ്ടുവന്ന് മാതാവിനെയും പിതാവിനെയും ചേർത്ത് ഹല്ലേലൂയ വളരെ പിതാവിന്റെ ടെസ്റ്റിമണി ഓൾറെഡി ഈ ചാനലിലൂടെ തന്നെ പങ്കുവെച്ചതാണ്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ ഒന്നുമില്ലായിരുന്നിടത്തുനിന്നും ദൈവം കൂട്ടിച്ചേർത്തു. വിശ്വസ്തരെന്ന് ദൈവം എണ്ണി ഹല്ലേലൂയ തന്റെ തോട്ടത്തിൽ ആക്കി കുടുംബമായി വേല ചെയ്യുവാൻ തൊക്കണം ദൈവം ഞങ്ങളെ ഇത്രത്തോളം സഹായിച്ചു. ഞാന് ആക്ച്വലി ഒരു ക്രിസ്തീയ കുടുംബത്തിൽ തന്നെ, ഒരു പെന്തക്കോസ്ത് കുടുംബത്തിൽ തന്നെ ജനിച്ചു വളർന്നു. എങ്കിലും പപ്പയ്ക്ക് പല കൃപാവര ശുശ്രൂഷകളും പല കൃപാവരങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ പല രോഗശാന്തി ശുശ്രൂഷകള്, ഭൂതത്തെ പുറത്താക്കുന്ന ശുശ്രൂഷകൾ, വിവേചന വരങ്ങൾ, അങ്ങനെ പലവിധമായ ശുശ്രൂഷകൾ പപ്പയാൽ ദൈവം ചെയ്യുന്നത് കണ്ട് അങ്ങനെ വളർന്നു. പക്ഷെ എങ്കിലും എന്റെ ജീവിതത്തിൽ ഞാനൊരു കുറവായി, അല്ലെങ്കിൽ ഞാൻ ദൈവത്തോട് എപ്പോഴും പരാതിപ്പെടുകയും അല്ലെങ്കിൽ ദൈവത്തോട് കുറ്റം പറയുക അല്ലെങ്കിൽ ദൈവത്തെ പഴി പറയുക എന്നൊക്കെ പറയാം. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാനായിരുന്നു എൻ്റെ 5ാം ക്ലാസ് വരെ. കാരണം ഇതിന് കാരണമായി ഞാനൊരു വിക്കനായിരുന്നു. ജന്മന തന്നെ പലവിധമായ കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നുപോയിരുന്നത്. കാരണം എന്റെ ജനനം തന്നെ വളരെ ഒരു ബുദ്ധിമുട്ടിലായിരുന്നു. കാരണം ജനിക്കും എന്ന് പോലും ഒരു പ്രതീക്ഷയില്ലായിരുന്നു. പകുതി ഓരോ വരുന്ന ആശുപത്രിയിലേക്കുള്ള യാത്രക്കിടയിലും പകുതി മമ്മി പ്രസവിച്ചു. അങ്ങനെ അവസാനം ആശുപത്രിയിൽ ചെന്നെത്തി. അവിടെ വെച്ച് വാക്യൂം ഇട്ട് വലിച്ചെടുത്തു. അപ്പൊ അങ്ങനെയൊക്കെ ഡോക്ടർമാർക്കും ഒരു വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. ഒരു ആരോഗ്യമായ ഒരു കുഞ്ഞ് വരുമെന്ന് യാതൊരു പ്രതീക്ഷയും ഇല്ലായിരുന്നു. അപ്പൊ അതിനോടൊക്കെ അനുബന്ധിച്ചായിരിക്കണം പലവിധമായ കണ്ണിന്, ചെവിക്ക്, എന്റെ മോണയ്ക്ക്, അതോടൊപ്പം തന്നെ സംസാരത്തിന്, കേൾവിക്ക്, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ശരീരത്തിന് അതിന്റെ പല പ്രശ്നങ്ങൾ ഇപ്പോഴും ചിലതൊക്കെ അവിടെ ഇവിടെയുമായി ചില ശരീരഭാഗങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്. എങ്കിലും കൃപയാൽ ദൈവം നടത്തി പോകുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഒരു സുവിശേഷ ഒരു ദൈവദാസന്റെ കുടുംബത്തിൽ വളർന്നു. പക്ഷെ എങ്കിലും ഇങ്ങനെ ഒരു രോഗം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡിസബിലിറ്റി എനിക്ക് ഉണ്ട്. അത് വളരെയധികം എന്നെ നിന്നാപാത്രമായി മാറ്റുകയും ഞാൻ പള്ളിയിൽ വാക്യം പറയാൻ എഴുന്നേറ്റ് നിന്നാലും സ്കൂളുകളിൽ ചെന്നാലും ഒക്കെ വളരെ ഒരു നിന്ദിതമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നു. എന്നെ വളരെ ബാല്യത്തിൽ എല്ലാവരും കളിയാക്കുകയും എനിക്ക് എന്റെ പേര് പറയണമെങ്കിൽ അല്ലെങ്കിൽ ഞാൻ വാക്യങ്ങൾ കാണാൻ പറയുമ്പോൾ ഒക്കെ ഞാൻ കഷ്ടപ്പെടും. റിട്ടേൺ പരീക്ഷകളിലൊക്കെ എനിക്ക് നല്ല മാർക്കുണ്ട്. പക്ഷെ ഓറൽ പരീക്ഷകളിലേക്ക് വരുമ്പോൾ എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് ടീച്ചർമാർ പറയും അതിന്റെ ഓവർ കോൺഫിഡൻസ് ആണ്, നീ ശരിയാകാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവഗണിക്കുകയും പല അവസരങ്ങൾ ഈ വിക്ക് കാരണം നഷ്ടമാകുകയും ഒക്കെ ചെയ്തു. ഞാൻ ചെറുപ്പം മുതലേ വളരെ പ്രസംഗങ്ങൾ നടത്തുക അല്ലെങ്കിൽ പാടുക അങ്ങനെയൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു ആളായിരുന്നു. പക്ഷെ ഇതൊന്നും എനിക്ക് ഐ കുഡന്റ് പെർസ്യൂ എനി ഓഫ് ദീസ്, കാരണം എന്റെ വിക്ക് കാരണം. അങ്ങനെ കുറച്ച് ദീർഘനാളുകൾ പോയി. ദൈവത്തോട് എന്നും പറയും, കർത്താവേ എന്തുകൊണ്ട് എന്തിന് എന്നെ തന്നെ. ഹല്ലേലൂയ. ഇവിടെ ഗിദെയോൻ ഇന്ന് ഇവിടെ ഹല്ലേലൂയ ഞാൻ ഈ ദിവസങ്ങളിൽ ശുശ്രൂഷിച്ചപ്പോൾ ഒരു എടുത്ത വചനഭാഗത്തിൽ ഹല്ലേലൂയ ഇങ്ങനെ ഗിദെയോൻ ജഡ്ജസിന്റെ പുസ്തകത്തിൽ 6ാം അധ്യായത്തിൽ ഇപ്രകാരം വായിക്കുന്നു: ഗിദെയോനെ ദൈവം വിളിക്കുമ്പോൾ മിദ്യാന്യർക്ക് അവരെ കീഴ്പ്പെടുത്തുവാൻ വേണ്ടി ഇസ്രായേൽ മക്കൾ അവരുടെ സമ്പത്തിനെ സൂക്ഷിക്കുവാൻ വേണ്ടി ഹല്ലേലൂയ ഒരു ന്യായാധിപനായി ഗിദെയോനെ ദൈവം വിളിക്കുമ്പോൾ ഹല്ലേലൂയ ഗിദെയോൻ ചോദിക്കുന്നു, ദൈവം പറയുന്നു ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഗിദെയോൻ ചോദിക്കുന്നു, ദൈവം അല്ലെങ്കിൽ ദൈവത്തെ ദൂതൻ ഗിദെയോനോട് വന്ന് പറയുമ്പോൾ ഗിദെയോൻ ഇപ്രകാരം ചോദിക്കുന്നു, അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഇതൊക്കെ ഞങ്ങൾക്ക് വന്ന് ഭവിക്കുന്നു, എന്തിന് ഞങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നു എന്ന് ഗിദെയോൻ ചോദിക്കുന്നു. അതുപോലെ ഞാൻ പലവട്ടം ദൈവത്തോട് ചോദിച്ചു, കർത്താവേ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ എന്റെ ജീവിതത്തിൽ വന്നു, വേറെ ആരെയും കണ്ടില്ലേ, അങ്ങനെ പരാതികളായി പോകുന്നു. അതോടൊപ്പം തന്നെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് മോണ പഴുത്ത് ചോരയും പഴുപ്പുമായി ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്ന കുഴപ്പമുണ്ടായിരുന്നു. അത് ഓൾമോസ്റ്റ് എന്റെ 12 വയസ്സ് വരെ അങ്ങനെ ഉണ്ടായിരുന്നു. എനിക്ക് എന്റെ പല്ലുകളൊന്നും എനിക്ക് അങ്ങനെ അധികം വന്നിട്ടില്ല. വന്നതെല്ലാം തന്നെ വരുന്നത് തന്നെ കേടായിട്ടാണ് വരുന്നത്, കാരണം മോണയ്ക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട്. ഒരു ഭക്ഷണം കഴിക്കാൻ കഴിയത്തില്ല, വേദന, അസഖ്യമായ വേദന, കാഴ്ചക്ക് ചെറുപ്പത്തിൽ തന്നെ കണ്ണാടി ഇട്ടു. അപ്പൊ അങ്ങനെ പലവിധമായ ഒരു അസ്വസ്ഥമായ അല്ലെങ്കിൽ ഒരു സുഖകരമായ ഒരു നല്ലൊരു ബാല്യജീവിതം എന്ന് പറയുവാൻ തക്കവണ്ണം ആരോഗ്യപരമായി എനിക്ക് ഇല്ലായിരുന്നു. അപ്പൊ ഇതെല്ലാം കൂടി ആയപ്പോ എനിക്ക് എന്താ പറയാ, ഞാൻ ദൈവം ഉണ്ടോ അല്ലെങ്കിൽ എന്താണ്, ഇതൊക്കെ സത്യമാണോ? എങ്കിലും അവിടെ ഇവിടെയൊക്കെ പപ്പ പ്രാർത്ഥിക്കുമ്പോൾ നടക്കുന്ന അത്ഭുതങ്ങൾ, എന്റെ പിതാവിന് ഹല്ലേലൂയ പപ്പയുടെ സാക്ഷ്യങ്ങളെല്ലാം ഞങ്ങൾക്ക് അറിയാം. അപ്പൊ അതൊക്കെ നല്ലൊരു വിശ്വാസമായിട്ടുണ്ട്. എങ്കിലും അവിശ്വാസത്തിന്റെ ഹല്ലേലൂയ ദുഷ്ടഹൃദയം ഉള്ളിൽ ചെറുപ്പത്തിലെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ദുഷ്ടഹൃദയം കാരണം ദൈവത്തോട് പരാതിപ്പെടും, ഇങ്ങനെയൊക്കെ എന്തിനാ എന്നൊക്കെ രീതിയിൽ. പക്ഷെ
അന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ഇത് ദൈവത്തിന്റെ വലിയൊരു മഹത്വത്തിന് വേണ്ടി, അല്ലെങ്കിൽ അനേകർക്ക് ഇതൊരു സാക്ഷ്യമായി അനേകരോട് പങ്കുവെക്കുവാൻ തക്കണം ദൈവം എന്റെ ജീവിതത്തിൽ നൽകി തന്നൊരു ഭാഗ്യ അവസരമായിരുന്നു എന്ന്. ഹല്ലേലൂയ. അന്ന് ഞാൻ പരാതിപ്പെട്ടു, പക്ഷെ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഹല്ലേലൂയ ഇപ്രകാരം പാട്ടുകാരൻ ഇപ്രകാരം പാടുന്നു. ഹല്ലേലൂയ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ നന്ദി അല്ലാതെ ഒന്നുമില്ലപ്പ. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഞങ്ങളുടെ കുടുംബപരമായി തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന വഴികൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഹല്ലേലൂയ നന്ദി അല്ലാതെ ദൈവത്തോട് പറയുവാൻ ഒന്നുമില്ല. കാരണം പുകഴുവാനോ അല്ലെ ഞാനിത് പറയുമ്പോൾ വാസ്തവമായി ഒരു പ്രാസത്തിന് ഒപ്പിച്ച് പറയുന്നതല്ല, പക്ഷേ എങ്കിലും അത്രയും ഞാൻ എന്റെ സാക്ഷ്യത്തിലേക്ക് മുമ്പോട്ട് കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. അല്ല ജീവിതത്തിൽ അല്ല പല കാര്യങ്ങളിലൂടെ കടന്നു പോവുകയും പല പരീക്ഷണങ്ങളിൽ എന്ന് പറയാം, അല്ലെങ്കിൽ പരിശോധനകളിലൊക്കെ കടന്നു പോവുകയും, പക്ഷെ അവിടെയൊക്കെ ദൈവം കരം പിടിച്ച് ഹല്ലേലൂയ യെശയ്യാപ്രവചനം ഇങ്ങനെ പറഞ്ഞു, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകി പോയിട്ടില്ല. ഹല്ലേലൂയ. ആ കുറുകി പോവാത്ത കരം ഉണ്ട്, എപ്പോഴും നമ്മളോട് കൂടെ. ഹല്ലേലൂയ. ആ കരമുണ്ട്. അല്ലെ കേൾക്കാൻ കഴിയാതെ വണ്ണം അല്ലെ അവന്റെ ചെവി മന്ദമായിട്ടില്ല. നമ്മുടെ കരച്ചിലുകൾ ഹല്ലേലൂയ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. അത് കേട്ട് വെറുതെ ഇരിക്കുകയില്ല. ആ കരം ഹല്ലേലൂയ നീട്ടി നമ്മളെ വിടുവിക്കുകയും ഹല്ലേലൂയ ആ ചെവിയിൽ കേൾക്കുന്ന ആ കരച്ചിൽ, ആ പ്രാർത്ഥനകൾ ഹല്ലേലൂയ അതിന് ഇന്നല്ലെങ്കിൽ നാളെ ഹല്ലേലൂയ ദൈവത്തിന്റെ സമയത്ത് ഹല്ലേലൂയ ദൈവം ഉദ്ദേശിക്കുന്ന രീതികളിൽ ഹല്ലേലൂയ ദൈവം ആ ഹല്ലേലൂയ അബദ്ധങ്ങളെ അല്ലെങ്കിൽ ആ നിന്ദകളെ അല്ലെങ്കിൽ ആ വിഷയങ്ങളെ ഹല്ലേലൂയ ഒരു അനുഗ്രഹമായി മാറ്റും. ഹല്ലേലൂയ മാറ്റുന്നു, ഇനി മാറ്റും എന്നൊരു വിശ്വാസം ഹല്ലേലൂയ ഈ ഹല്ലേലൂയ ജീവിത യാത്രയിൽ ഇത്ര വയസ്സിൽ ഹല്ലേലൂയ എനിക്കിപ്പോൾ 22 വയസ്സത്തെ കഴിഞ്ഞു. ഈ 22 വർഷത്തിൽ ഹല്ലേലൂയ ദൈവം ഇനിയും പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. കാര്യങ്ങളിൽ ഹല്ലേലൂയ വീണ്ടും ദൈവം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ ഈ വീക്കിന്റെ പ്രശ്നങ്ങൾ തുറന്നു പോകുന്നു. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഹല്ലേലൂയ ഞാൻ അതിനു മുമ്പ് കുടുംബ പ്രാർത്ഥനകളിലൊക്കെ ദൈവ സാന്നിധ്യത്തെ നിറയുകയും ആത്മാ അഭിഷേകം പ്രാപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ആ അനുഭവങ്ങൾ അറിയാം. അപ്പൊ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ നാട്ടിൽ ടൗണിൽ ബൈന്ദൂർ ടൗണിൽ സഭയിൽ ഒരു പ്രത്യേക സ്പെഷ്യൽ ഫാസ്റ്റിംഗ് പ്രെയർ നടക്കുന്ന സമയത്ത് കേരളത്തിൽ നിന്ന് വന്ന ഒരു ദേവദാസൻ അല്ലെ 3 ദിവസത്തെ പ്രേയറിൽ പ്രാർത്ഥിച്ച അവസാനത്തെ സെക്ഷനിലാണ് ഞങ്ങൾ സ്കൂൾ വിട്ട് വന്ന് ചേർന്നത്. അപ്പം അദ്ദേഹം എല്ലാം കൺക്ലൂഡ് ചെയ്യാൻ നേരത്തെ അദ്ദേഹം ഇങ്ങനെ ആഹ്വാനിച്ചു, ഞാൻ പ്രാർത്ഥിക്കണമെന്ന ആഗ്രഹമുള്ളവരൊക്കെ മുമ്പോട്ട് കടന്നു വരിക, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നിങ്ങളുടെ വിഷയങ്ങളുമായി നിങ്ങൾ മുമ്പോട്ട് വരിക എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിന്ന് 5 പഠിക്കുക, ഞാൻ വളരെ പൊക്കം കുറഞ്ഞൊരു ഏറ്റവും ലാസ്റ്റിൽ പപ്പയോടെ വന്ന് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ പെട്ടെന്ന് ഇത് കേട്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സിൽ ഞാനൊരു ശബ്ദം കേട്ടത് വ്യക്തമായി ഞാൻ കേട്ടു. എന്നെ പേര് ചൊല്ലി വിളിച്ച് ഒരു ശബ്ദം ഞാൻ കേട്ടു, നീ മുന്നോട്ട് പോവുക, ഇന്ന് ഞാൻ നിന്നെ സൗഖ്യമാക്കുമെന്ന്. ഹല്ലേലൂയ. ആ ശബ്ദം ഞാൻ കേൾക്കുകയും എനിക്ക് മനസ്സിലായി ഇത് ദൈവം സംസാരിക്കുന്നതാണ് എന്ന്. എങ്കിലും ഞാൻ പപ്പയോട് ചോദിച്ചു, പപ്പ ഞാനിങ്ങനെ ശബ്ദം കേട്ടു, ഞാൻ മുൻപോട്ട് കടന്നു പോക്കോട്ടെ, ദൈവം എന്നെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. ഞാൻ അത് കേട്ടു. ഹല്ലേലൂയ. പപ്പയ്ക്ക് വളരെ സന്തോഷം. പപ്പ പറഞ്ഞു, മോനെ നീ മുമ്പോട്ട് കടന്നു പോക്കോ, അല്ലെ ദൈവം നിന്നെ സൗഖ്യമാക്കും, നീ വിശ്വാസത്തോടെ പോകുക. ഹല്ലേലൂയ. വിശ്വാസമാണ് നമ്മളെ സൗഖ്യമാക്കി, നീ മുമ്പോട്ട് പോകുക എന്ന് പറഞ്ഞു. ഞാൻ മുമ്പോട്ട് കടന്നു ആ ദേവദാസൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ആരംഭിച്ചപ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവശക്തി എന്റെ മേൽ വരികയും ഹല്ലേലൂയ അത് അങ്ങനെ ഒരു അനുഭവം എനിക്ക് ആദ്യമായിട്ടായിരുന്നു. ഒരു കറണ്ട് അടിക്കുന്ന ഭയങ്കര ഒരു ശക്തി എന്റെ മേലാലിന്റെ ശിരസ് പാദം വരെ ഭയങ്കര ഒരു ശക്തി വരികയും ഞാൻ പെട്ടെന്ന് താഴോട്ട് വീഴുകയും ചെയ്തു. അത് കഴിഞ്ഞു. ഞാൻ അത് കഴിഞ്ഞ് ബോധം വന്ന് ഞാൻ എഴുന്നേറ്റു. എന്നിൽ എന്തോ വിട്ടുപോയി. എനിക്കൊരു ഫ്രീ, എന്റെ നെഞ്ചിന്റെ അവിടെ ഒരു ഫ്രീഡം കിട്ടിയതുപോലെ ഒരു തണുപ്പല്ല, ഒരു ഫ്രീ ആയതുപോലെ ഒരു അനുഭവം തോന്നി. അത് ഞാൻ അത്ര കാര്യമാക്കിയില്ല, ഞാൻ പോയി. പക്ഷെ എനിക്ക് എന്തോ മനസ്സിലായി, എന്തോ സംഭവം നടന്നിട്ടുണ്ട്, എന്തോ എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് പിറ്റേ ആഴ്ച ഞങ്ങളുടെ ചർച്ചിൽ വാക്യം മെമ്മറി വേഴ്സസ് പറയാൻ വേണ്ടി നിൽക്കുമ്പോൾ ഹല്ലേലൂയ ആ വീക്കിന്റെ യാതൊരു ബുദ്ധിമുട്ടില്ല, നല്ല ഫ്ലോയിൽ ആ വാക്യം പറയുവാൻ ദൈവം സഹായിച്ചു. അന്ന് ഞാൻ ഹല്ലേലൂയ മനസ്സിലായി, എന്റെ ദൈവം അന്ന് എന്നെ തൊട്ടതായിരുന്നു. ഹല്ലേലൂയ. ആ കേട്ട ദൈവ ശബ്ദം ഹല്ലേലൂയ അത് വെറുതെ ഒരു തോന്നലല്ലായിരുന്നു, പക്ഷെ അത് ദൈവം എന്നോട് വ്യക്തമായി സംസാരിക്കുകയും ഹല്ലേലൂയ അന്ന് എന്നെ സൗഖ്യമാക്കി. ഇതിനോടൊപ്പം തന്നെ പലവിധമായ സൗഖ്യങ്ങൾ എനിക്ക് അത് ഒറ്റ ആ ഇതിൽ തന്നെ ലഭിച്ചു. ഹല്ലേലൂയ. അത് കഴിഞ്ഞു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ മോണ പഴിക്കുന്ന ആ പ്രശ്നം അപ്പോഴും ഉണ്ടായിരുന്നു. ആ പല്ലുകളെല്ലാം പറഞ്ഞു പോയി. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് തന്നെ ഞാൻ ഡെന്റിസ്റ്റിന്റെ അടുത്ത് അങ്ങനെ പോയിട്ടില്ല. കാരണം എന്റെ ഈ മോണയുടെ പ്രശ്നം കാണിക്കാൻ വേണ്ടി കൺസൾട്ടേഷൻ വേണ്ടി പോയതല്ല, പല്ല് പറിക്കാനോ അങ്ങനെ ഒന്നും ഇത് ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയില്ല. കാരണം പല്ലുകൾ വരുന്നതെല്ലാം തന്നെ കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഈ ഉണ്ടായിരുന്ന പല്ലുകളും ഇതുപോലെ കൊഴിഞ്ഞു പോവുകയും നല്ല പല്ലുകൾ ദൈവം വരികയും മനോഹരമായ ഹല്ലേലൂയ പല്ലുകളും മോണ ഹല്ലേലൂയ ആദ്യമേ
തൊട്ട് സൗഖ്യമാക്കി. ഹല്ലേലൂയ. പിന്നെ അതിനുശേഷം മോണ അലിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ചോരയുടെയോ അങ്ങനെ മറ്റൊരു പ്രശ്നങ്ങളും ഇന്ന് വരെ ദൈവം ഹല്ലേലൂയ വരുവാൻ ഇട ആയിട്ടില്ല. ദൈവം അന്ന് എന്നെ തൊട്ട് സൗഖ്യമാക്കി. ഈ 2 സൗഖ്യമാണ് ഹല്ലേലൂയ എന്നെ ഈ ക്രിസ്തീയ ജീവിതത്തിലേക്ക് നടത്തുവാനും. ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്, സൗഖ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികളിലൊക്കെ പറയുന്ന ഹല്ലേലൂയ അവിടെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ യേശുവിലൂടെ ഹല്ലേലൂയ അവിടെ യേശു പ്രവർത്തിച്ച അല്ലെങ്കിൽ ശിഷ്യന്മാരിലൂടെ സംഭവിച്ച ആ അത്ഭുതങ്ങൾ, രോഗശാന്തികൾ, അതോടൊപ്പം തന്നെ ഞാൻ എന്റെ പിതാവിന്റെ കൈവപ്പിനാൽ മറ്റു ദേവദാസന്മാരുടെ കൈവപ്പിനാൽ നടക്കുന്നതൊക്കെ ഹല്ലേലൂയ സത്യമാണ്. അത് എനിക്കും അനുഭവമായി. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ എന്നെ സൗഖ്യമാക്കിയ ദൈവമേ, ഞാൻ നിനക്ക് വേണ്ടി നിന്നുകൊള്ളാം. ഹല്ലേലൂയ. കർത്താവ്, ഞാൻ അന്ന് ദൈവത്തോട് ഞാൻ മനസ്സിൽ തീരുമാനം, കർത്താവേ എനിക്ക് എവിടെ അവസരം കിട്ടിയാലും കർത്താവേ ഞാൻ എന്റെ ഈ സാക്ഷ്യം, അന്ന് ഈ കൊച്ചു സാക്ഷ്യം കർത്താവേ ഞാനിത് നിനക്ക് വേണ്ടി ഞാൻ പറഞ്ഞോളാം. കർത്താവേ എന്നെ അതിനുവേണ്ടി ബലപ്പെടുത്തണമേ. എന്റെ വായുടെ കെട്ട് അങ്ങ് അയച്ചു, ഇനി ഈ വായു ഉപയോഗിക്കുന്നെങ്കിൽ അത് നിനക്ക് വേണ്ടി, നിന്റെ നാമത്തിന് വേണ്ടി ആയിരിക്കട്ടെ കർത്താവേ എന്ന തീരുമാനം എടുത്തു. ആ തീരുമാനത്തിൽ ഇന്ന് വരെ നിലനിൽക്കുവാൻ തൊക്കണം ദൈവം അത്ഭുതകരമായി വഴി നടത്തുന്നു. ഹല്ലേലൂയ. ഞാൻ എന്നെ ഈ സ്കൂളിൽ വിക്കൊണ്ടായിരുന്ന സമയത്തൊക്കെ ഞാൻ പല സ്പീച്ച് കോമ്പറ്റീഷനും അലൊക്കേഷനും ഒക്കെ പോകാൻ വേണ്ടി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ചെല്ലും. അപ്പൊ ടീച്ചർമാരൊക്കെ അപമാനിച്ചു വിടും. നീ ആദ്യം നിന്റെ പേര് തെറ്റാതെ അല്ലെങ്കിൽ വിൽക്കാതെ പറയാൻ പഠിക്കുക, നീ ഒരു സെന്റൻസ് എങ്കിലും വിൽക്കാതെ ഒന്ന് വായിക്കി, എന്നിട്ട് നമുക്ക് ഇതൊക്കെ കൺസിഡർ ചെയ്യാന്ന് പറയും. പക്ഷെ ഹല്ലേലൂയ, ഞാൻ എന്റെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നെ ആരാണോ നിന്ദിച്ചത്, ആരൊക്കെ എന്നെ തഴഞ്ഞു കളഞ്ഞോ, അവരിലൂടെ തന്നെ ഹല്ലേലൂയ ഇങ്ങോട്ട് വന്ന് വിളിച്ച് കോളേജിന്റെ അല്ലെങ്കിൽ സ്കൂളിന്റെ ആനുവൽ ഡേ ഹോസ്റ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ മറ്റ് സ്കൂളിനെ റിപ്രസെന്റ് പല കോമ്പറ്റീഷനുകൾക്ക് ഡിസ്ട്രിക്ട് ലെവലിലും സ്റ്റേറ്റ് ലെവലിലൊക്കെ പോകുവാനൊക്കെ ദൈവം ഹല്ലേലൂയ ശക്തരമായ ദൈവം വഴികളെ ഒരുക്കി. നിന്ദിച്ചവർ മുൻപാകെ ഹല്ലേലൂയ ശത്രുക്കൾ മുൻപാകെ മേശ ഒരുക്കുന്ന ദൈവം, നിന്ദിച്ചവർ മുന്നേ മാനിക്കുന്ന ഒരു ദൈവം ഹല്ലേലൂയ ഉണ്ട് എന്ന് ഇതിനാൽ ഹല്ലേലൂയ ഇതും കൂടിയും ദൈവം എന്നെ ഹല്ലേലൂയ പഠിപ്പിച്ചു. ഹല്ലേലൂയ. എവിടെ നിന്ദിക്കപ്പെടുന്നു ഹല്ലേലൂയ, എവിടെ നാം അപമാനിക്കപ്പെടുന്നു ഹല്ലേലൂയ, അവിടെ നമ്മുടെ തല ഉയർത്തുന്ന ഒരു ദൈവം ഉണ്ട് എന്ന് എന്റെ ജീവിതത്തിലൂടെ ഹല്ലേലൂയ കേട്ട് കേൾവി മാത്രമല്ല, എന്നാൽ എന്റെ ജീവിതത്തിൽ അത് അനുഭവിക്കുവാൻ കൂടി ഹല്ലേലൂയ കർത്താവ് യേശു ക്രിസ്തുവിന് ഭാഗ്യം തന്നു. ഞാൻ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ സാക്ഷികളൊക്കെ ഞാൻ പറയുമ്പോൾ, ഓരോ വട്ടം ഞാൻ പറയുമ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കും, ഞാൻ ആരായിരുന്നു, ഞാൻ എന്ത് അവസ്ഥയിലായിരുന്നു, എന്തായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ പറയും ഹല്ലേലൂയ, ഞാൻ കഷ്ടത്തിലായത് എനിക്ക് നന്നായി, തന്മൂലം തന്റെ ചട്ടങ്ങളെ പഠിക്കുവാൻ അത് ഇടയായി എന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ ഞാൻ പറയും, എന്റെ ജീവിതത്തിലെ ആ കഷ്ടങ്ങൾ വന്നത് എനിക്ക് നന്നായി, തന്മൂലം ദൈവം നല്ലവനെന്നും ദൈവം സൗഖ്യമാക്കുന്നവനെന്നും ദൈവം ും അറിയുവാൻ അത് എന്റെ ജീവിതത്തിൽ ഇടയായി എന്ന് ഞാൻ പറയും. ഹല്ലേലൂയ. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ രോഗത്താലായിരിക്കാം ഭാരപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരുപക്ഷെ മനപ്രയാസത്താൽ ഹല്ലേലൂയ എന്റെ അടുത്ത സാക്ഷ്യഭാഗങ്ങളിൽ കടന്നു വരുന്നത് ഹല്ലേലൂയ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന മറ്റു ആൾക്കാർ, നിങ്ങൾക്ക് ഇതൊരു പക്ഷേ പ്രചോദനമോ അല്ലെങ്കിൽ ഒരുപക്ഷെ ഇതൊരു എൻകറേജ്മെന്റ് അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ ഉറപ്പിക്കുവാൻ തക്കോളം കാരണമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ഏതൊരവസ്ഥയിലുമായിരുന്നോട്ടെ ഹല്ലേലൂയ, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം കുറുകി പോകാത്ത കരമുള്ളവനും കേൾക്കാൻ കഴിയാതെ വണ്ണം ഹല്ലേലൂയ മന്ദമാകാത്ത കാതുള്ളവനും ഹല്ലേലൂയ അങ്ങനെ ഒരു ദൈവമാണ് നമ്മളോട് കൂടെയുള്ളത്. ഈ വാക്യം എന്റെ പിതാവ് ജയിലിൽ കിടന്ന സമയത്ത് എന്റെ പിതാവിനോട് ദൈവം സംസാരിച്ച ഒരു വചനമാണ്. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 59-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. ഹല്ലേലൂയ. ബൈബിൾ ഇങ്ങനെ പ്രകാരം വായിക്കുന്നു. ഹല്ലേലൂയ. ജാതികളുടെ ദൈവങ്ങളോ ഹല്ലേലൂയ കണ്ണുണ്ടായിട്ടും കാണുന്നില്ല, കാതുകൾ ഉണ്ടായിട്ടും കേൾക്കുന്നില്ല, അതരങ്ങൾ ഉണ്ടെങ്കിലും അവർ സംസാരിക്കുന്നില്ല. ഹല്ലേലൂയ. അവരൊന്നും അറിയുന്നില്ല. എന്നാൽ നമ്മുടെ ദൈവം ഹല്ലേലൂയ കണ്ണുനീരുകളെ തുരുത്തിയിൽ ശേഖരിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. നമ്മുടെ നിന്ദകളെ കാണുകയും അതിന് തക്കതായ പ്രതിഫലം നൽകി നമ്മളെ മാനിക്കുന്നവനുമായ ദൈവമാണ്. ഹല്ലേലൂയ. എളിയവരെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും അവരെ പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തുന്ന ഹല്ലേലൂയ അത്ഭുതകരമായ നല്ലവനായ ഒരു ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടുന്നത് ഹല്ലേലൂയ, വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഹല്ലേലൂയ ദൈവമേ നിനക്ക് നന്ദിയല്ല ഒന്നുമില്ല. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ ഇതൊക്കെ വന്നപ്പോൾ ഹല്ലേലൂയ ദൈവം പഠിപ്പിച്ചു, മകനെ എനിക്ക് നിന്നെ കുറിച്ച് പദ്ധതി. അതാണ് യെരമ്യാ പ്രവചന പുസ്തകത്തിൽ ഹല്ലേലൂയ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു. 29-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കായത്രേ ഉള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഹല്ലേലൂയ. നമ്മുടെ വഴികളും നമ്മുടെ പദ്ധതികളും ഒരു പക്ഷേ എന്താണ് അപ്പോഴത്തെ ഒരു
പ്രസന്റ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയായിരിക്കും. പക്ഷെ ഹല്ലേലൂയ ദൈവം നമുക്ക് വേണ്ടി ഹല്ലേലൂയ അനന്തമായ നമ്മുടെ ഭാവിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഹല്ലേലൂയ വലിയൊരു പദ്ധതികളാണ് ദൈവം നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ അത് ഈ നാളുകൾ നാം അറിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രത്യാശ വർദ്ധിക്കുന്നതും നമ്മുടെ വിശ്വാസത്തെ നാം ബലപ്പെടുന്നതും. ഹല്ലേലൂയ ഇത് ഇങ്ങനെ കടന്നുപോയി. അതിനുശേഷം പിന്നെയും ജീവിതം വളരെ സന്തോഷമായി കടന്നുപോയി. ശുശ്രൂഷകൾ, പപ്പയുടെ ശുശ്രൂഷകളൊക്കെ നടന്നു പോകുന്നു. അപ്പൊ ഈ സൗഖ്യത്തിന് ശേഷം പപ്പ ശുശ്രൂഷകൾക്ക് പോകുമ്പോഴൊക്കെ എന്നെ കൂടെ കൊണ്ടുപോകും. അപ്പൊ പല പരസ്യയോഗങ്ങളിലും പല സഭകളിലൊക്കെ ചെറുതായിട്ട് സാക്ഷ്യം പറയുവാൻ 2-3 മിനിറ്റിൽ അന്ന് ആ ചെറുപ്പത്തിൽ അറിയാവുന്നതുപോലെ ദൈവം ചെയ്ത നന്മകളെ ഹല്ലേലൂയ പറയുവാൻ അവസരങ്ങൾ നൽകി. അങ്ങനെയൊക്കെ പോയി 2015 കാലഘട്ടങ്ങളിലേക്ക് വന്നപ്പോൾ പിന്നെയും മറ്റൊരു പരിശോധന ഹല്ലേലൂയ ജീവിതത്തിൽ വന്നു. അത് ദൈവം ഒരു ദൈവം. ഹല്ലേലൂയ അല്ലെ 1 രാജാക്കന്മാരുടെ പുസ്തകത്തിലൊക്കെ വായിച്ച് കേട്ടിട്ടേ ഉള്ളൂ. ഹല്ലേലൂയ മരിക്കുവാനിരുന്നവർ അല്ലെങ്കിൽ എല്ലാം തീർന്നു. ഹല്ലേലൂയ ഇനി മുൻപോട്ട് എന്ത് എന്ന് അറിയാതെ ഹല്ലേലൂയ എന്ത് ചെയ്യും? ഹല്ലേലൂയ ഇനി ഉള്ളത് വെച്ച് ഹല്ലേലൂയ അത് ഹല്ലേലൂയ ചുട്ട് ഭക്ഷിച്ച് ഹല്ലേലൂയ ജീവിതം അവസാനിപ്പിക്കാം എന്ന് കരുതിയിരിക്കുന്ന വിധവയെ പറ്റി നാം വായിക്കുന്നു. സാറാഫാത്തിലെ വിധവ. ഹല്ലേലൂയ അതോടൊപ്പം തന്നെ എലീശയുടെയും ഹല്ലേലൂയ ജീവിതത്തിൽ ഹല്ലേലൂയ അതിനുശേഷം അടുത്ത അധ്യായങ്ങളിലേക്ക് 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഹല്ലേലൂയ അവിടെയും ഒരു വിധവ. ഹല്ലേലൂയ എല്ലാം തീർന്നു. കടക്കാർ വന്ന് മക്കളെ പിടിച്ചുകൊണ്ടു പോകുവാനിരിക്കുന്നു. ഹല്ലേലൂയ അല്പം ഹല്ലേലൂയ അവർക്ക് മറ്റിനി ഒന്നുമില്ല. ഹല്ലേലൂയ അവിടെയും ഹല്ലേലൂയ മതി എന്ന് പറയുവോളം അല്ലെങ്കിൽ നിറയുവോളം ഹല്ലേലൂയ ദൈവം അവരെ അനുഗ്രഹിച്ച് അവർ കടം വീട്ടുകയും ശേഷിച്ചത് ഉപജീവനത്തിനും ഹല്ലേലൂയ എടുക്കുവാൻ തക്കവണ്ണം ദൈവം അനുഗ്രഹിച്ച് അതൊക്കെ കേട്ട് വായിച്ച് അല്ലെങ്കിൽ വചന ശുശ്രൂഷകളിൽ കേട്ട് മനസ്സിലാക്കി ഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അതുപോലത്തെ ഒരു ശോധനയിലൂടെ കടന്നുപോയപ്പോഴാണ് ഹല്ലേലൂയ ആ കഷ്ടതയിലൂടെ കടന്നു പോകുന്നവരുടെ അവസ്ഥ, അല്ലെങ്കിൽ അന്ന് അതിലൂടെ ദൈവം ഹല്ലേലൂയ എന്താ പറയാ ആ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരുടെ മനസ്സ്, ആ സ്ഥിതി മനസ്സിലാക്കുവാൻ, അത് അറിയുവാൻ, അല്ലെങ്കിൽ അതിൽ നിന്നും പാഠങ്ങളെ പഠിക്കുവാൻ ദൈവം കരുതുന്ന ഒരു ദൈവം. അല്ലെ സൗഖ്യമാക്കുന്ന ദൈവം മാത്രമല്ല, എന്നാൽ നമ്മെ കരുതുന്ന ദൈവം. അല്ലെ കരയുന്ന കാക്കകൾക്ക് കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിന്റെ ആഹാരം കൊടുക്കുന്നവൻ. ഹല്ലേലൂയ അങ്ങനെ ഒരു ദൈവം ജീവിക്കുന്നു. അത് കാക്ക കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന തന്റെ ഭക്തർക്കും ഹല്ലേലൂയ അവരുടെ കുടുംബങ്ങൾക്കും ഒക്കെ ദൈവം കരുതുന്ന ഒരു ദൈവം എന്നും കൂടി അറിയുവാൻ അതിന്റെ ജീവിതത്തിൽ 2015 കാലഘട്ടത്തിലെ ഹല്ലേലൂയ അവസ്ഥകൾ ദൈവം അതിനെ ഉപയോഗിച്ചു. ഞങ്ങൾ 2015 ജൂൺ മാസമൊക്കെ ആയപ്പോഴാണ് വളരെ കഷ്ടതയിൽ ആയത്. 2014 അവസാനത്തിൽ തന്നെ തുടങ്ങി കടഭാരങ്ങൾ. അപ്പൊ പലവരെയും സഹായിച്ചു. കൃഷി ചെറുതായിട്ട് ഞങ്ങൾക്ക് കൃഷിയുണ്ട്. അപ്പൊ കൃഷിയുടെ സമ്പത്തും ഒക്കെ കൂട്ടി, പിന്നെ ലോണൊക്കെ ഉള്ളതും എല്ലാം കൂട്ടിയപ്പോ ഞാൻ പലവരെയും സഹായിച്ചു. ആ സഹായിച്ചവരാരും കൃത്യസമയത്ത് ആ സഹായിച്ച പണം തിരികെ നൽകാതെ അത് ഞങ്ങളുടെ തലയിൽ ബാധ്യതയായി മാറി. അതെങ്ങനെ വന്നു ഓൾമോസ്റ്റ് 10-15 ലക്ഷം രൂപ കടമായി. ഒപ്പം തന്നെ ഞാനും ചേച്ചിയും പഠിക്കുന്നുണ്ട്. ചേച്ചി എന്ന് 10ൽ പഠിക്കുന്നു, ഞാൻ 7ൽ പഠിക്കുന്നു. ഞങ്ങളുടെ സ്കൂൾ ഫീസ്, ഞങ്ങളുടെ ചെലവുകൾ, ജീവിതം, ചർച്ചിന്റെ ചെലവുകൾ, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പൊ എല്ലാം ബാധ്യതകളായി മാറി. അവസാനം 2015 ജൂലൈ ആയപ്പോൾ ഹല്ലേലൂയ ഇനി മുൻപോട്ട് പോകുവാൻ ഒരു വഴിയില്ല. ബാങ്ക് ബാലൻസ് ഒക്കെ 0 മാറി. ഇനി എന്ത് ചെയ്യും? ഇനി എങ്ങനെ മുൻപോട്ട് കടന്നു പോകും? യാതൊരു വഴികളുമില്ല. എല്ലാം അസ്തമിച്ചു, എല്ലാം തീർന്നു. ഇനി കടക്കാർ വന്ന് ഹല്ലേലൂയ ഉള്ളത് എടുത്തുകൊണ്ട് പോകുമെന്നുള്ള അവസ്ഥകളിൽ ഹല്ലേലൂയ അത് കടക്കാർ ബാങ്ക് ആയിരുന്നു. ഹല്ലേലൂയ സ്ഥലം ലോൺ വെച്ചിട്ടാണ് ഞങ്ങൾ ലോൺ എടുത്തത്. അപ്പൊ അതുവരെ ജപ്തിയായി പോകും. അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ വന്നു. പലവിധ മമ്മിയുടെ മാനസിക നില അല്പം തെറ്റി. മമ്മിക്ക് ഭയങ്കര ടെൻഷനായി. അങ്ങനെ വന്നു. പപ്പ എന്തൊക്കെ വന്നാലും പപ്പ കുലുങ്ങാതെ ദൈവത്തിൽ ഒരു വിശ്വാസത്തിൽ പപ്പ നിലനിന്നു. അത് ഞങ്ങളുടെ മുൻപിൽ മാത്രമാണോ അതോ പപ്പയുടെ ഉള്ളിൽ എന്തായാലും ഉറപ്പായിട്ടും വളരെ കലങ്ങുന്ന ഒരു ഹൃദയമുണ്ട്. എങ്കിലും പുറത്ത് ഞങ്ങളെ ധൈര്യപ്പെടുത്താൻ വേണ്ടി പപ്പ എപ്പോഴും വളരെ വിശ്വാസത്തിന്റെ വചനങ്ങൾ പ്രഖ്യാപിക്കുകയും സാരമില്ല, ഈ അവസ്ഥകളൊക്കെ മാറ്റും, ഇതെല്ലാം മാറും, നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഞങ്ങളെ ബലപ്പെടുത്തുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ ഈ സമയങ്ങളിൽ പോകുമ്പോ ഭക്ഷണത്തിന് വരെ ഞങ്ങൾക്ക് പട്ടിണി ദൈവം അനുവദിച്ച് പട്ടിണി കിടക്കേണ്ടി വന്നിട്ടില്ല. അതിനായി ദൈവത്തിന് സ്തോത്രം. പക്ഷെ എങ്കിലും ഹല്ലേലൂയ മാർക്കറ്റൊക്കെ അടച്ചു കഴിയുമ്പോൾ അവിടെ ഇട്ടിട്ട് പോയിരിക്കുന്ന ഉണക്കമീൻ പൊടികൾ അല്ലെങ്കിൽ പച്ചക്കറി സാധനങ്ങൾ കൊണ്ടുവന്ന് അത് കറി വെച്ച് കഴിക്കുകയും ഓൾമോസ്റ്റ് ഒരു വർഷത്തോളം, ഒരു മുഴുവൻ
വർഷം ഇല്ലെങ്കിലും അല്പകാലം മീൻപൊടിയൊക്കെ തന്നെ സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ പിള്ളേർ ചോദിക്കും, പ്രൈസേ നീ എന്താ ഈ മീൻപൊടി തന്നെ കൊണ്ടുവരുന്നത്, നാറിയിട്ട് വയ്യ, നീ എന്തിനാ ഇത് തന്നെ കൊണ്ടുവരുന്നത്, അപ്പൊ നിനക്ക് എന്താ വേറെ ഒന്നും വീട്ടിലില്ലേ ഉണ്ടാക്കാൻ എന്ന് ചോദിക്കുമ്പോൾ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ടാണ്. വീട്ടിലെ അവസ്ഥ നമുക്ക് അറിയത്തുള്ളൂ, വേറെ ഒന്നുമില്ല, ഇതേ ആകെ മാർഗമുള്ളൂ. ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് അത് കഴിഞ്ഞപ്പോ മറ്റൊരു അവസരത്തിൽ ഹല്ലേലൂയ എന്റെ ഒരു കൂട്ടുകാരി, അന്ന് ഈ അവസ്ഥയിൽ ഒരു ചെരുപ്പ് മേടിക്കോ വസ്ത്രം മേടിക്കോ ഒന്നുമില്ല. എന്റെ അന്ന് ചേച്ചി 10th ഹോസ്റ്റലിൽ നിൽക്കുകയാണ്. ഇട്ടിരുന്ന ഡ്രസ്സ് വൈറ്റ് ഷർട്ട് കണ്ടിട്ട് ഒരു ക്രിസ്തീയ സ്കൂളിൽ, കോൺവെന്റ് സ്കൂളാണ് ഞങ്ങൾ പഠിച്ചത്. അപ്പൊ ചേച്ചി മഠത്തിൽ നിൽക്കുകയാണ്. അപ്പൊ മഠത്തിലെ കന്യാസിമാരും മതം വന്നിട്ട് പപ്പനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വലിയ പാസ്റ്ററൊക്കെ അല്ലേ, നിങ്ങൾക്ക് ഒരു മാന്യമായ വസ്ത്രം നിങ്ങളുടെ മക്കൾക്ക് മേടിച്ചു കൊടുത്തൂടെ, ഈ കരിമ്പനടിച്ച് കീറി അവരുടെ ഡ്രസ്സേ ഉള്ളൂ, സ്കൂളിൽ ഇട്ടുകൊണ്ട് വരുന്നല്ലേ, വലിയ പണമുള്ള പിള്ളേർ പഠിക്കുന്ന സ്കൂളാണ്, അപ്പൊ അവിടെ നിങ്ങൾ മാന്യമര്യാദയായിട്ട് വരണ്ടേ എന്നൊക്കെ പറയാം. അങ്ങനെ അപമാനിക്കുകയും എന്നെ പൊട്ടിയ ചെരുപ്പ് ഞാൻ സ്കൂളിൽ ഇട്ടോണ്ടും പോയി, സോളൊന്നുമില്ല, കാരണം വേറെ ചെരുപ്പ് മേടിക്കാനുള്ള അവസ്ഥയില്ല. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഹല്ലേലൂയ കൂട്ടുകാരിങ്ങനെ കളിയാക്കും, നിന്റെ അപ്പന് നിങ്ങൾ വലിയ ക്രിസ്ത്യാനികൾ, നിങ്ങൾക്ക് വലിയ ഫോറിൻ ഫണ്ടുകളൊക്കെ വരുന്നതല്ലേ, ഹല്ലേലൂയ ഒരു ചെരുപ്പ് മേടിക്കാനുള്ള ശേഷി നിന്റെ അപ്പനില്ലേ എന്ന് ഹല്ലേലൂയ എല്ലാവരുടെയും കേൾക്കെ വെച്ച് കളിയാക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളും ഒക്കെ കേട്ട്, അതൊക്കെ ഞാൻ 7 കഴിഞ്ഞ് 8ലേക്ക് കയറി, ആ പ്രായത്തിലാണ് ഹല്ലേലൂയ ഇതൊക്കെ കേൾക്കുകയും. പക്ഷെ അന്നൊക്കെ ഭയങ്കര സങ്കടമായി. എങ്കിലും ഹല്ലേലൂയ ഒരു കാര്യം അറിയാം, എന്തായാലും വിളിച്ചത് അല്ലെങ്കിൽ ഈ പപ്പ ചെയ്യുന്ന ദൈവത്തിന്റെ വേലയാ, എന്തൊക്കെ വന്നാലും ദൈവം കരുതും എന്നൊരു വിശ്വാസം ഉള്ളിന്റെ ഉള്ളിലുണ്ട്, അങ്ങനെ ഒരു പ്രതീക്ഷ ഉള്ളിന്റെ ഉള്ളിലുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോഴൊക്കെ സങ്കടത്തോടെ വീട്ടിൽ മടങ്ങി വരും. ഹല്ലേലൂയ. എന്നാൽ ഞാൻ പറയട്ടെ, ഇന്ന് ഞാൻ ഇടുന്ന വസ്ത്രങ്ങൾ, ഞങ്ങൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ, ഞങ്ങൾ ഉപയോഗിക്കുന്ന ചെരുപ്പുകൾ, ഹല്ലേലൂയ ഇതെല്ലാം ആ അവസ്ഥകളെ മാറ്റി. അതാണ് സങ്കീർത്തനത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു, ഹല്ലേലൂയ അവനെന്റെ റെട്ട് അയച്ച് അവനെന്നെ ആനന്ദം കുടിപ്പിച്ചു. ഹല്ലേലൂയ അവന്റെ റെട്ട് അയച്ച്, ഹല്ലേലൂയ ഇങ്ങനെയാണ് സങ്കീർത്തനം 30 അതിന്റെ 11ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എന്റെ റെട്ട് നീ അയച്ച് എന്നെ സന്തോഷം ഉടുപ്പിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളെ ഹല്ലേലൂയ നിരാശയില്ലെങ്കിലും സങ്കടത്തിലും വളരെ കഷ്ടതയിലുമായിരുന്ന ഞങ്ങളെ ഹല്ലേലൂയ ആ അവസ്ഥകളെ മാറ്റി അത് ദൈവം ഇന്ന് ആനന്ദത്തിലേക്ക് ദൈവം മാറ്റുകയും ആ വിലാപങ്ങളെ, ആ കണ്ണുനീരുകളെ ഹല്ലേലൂയ ദൈവം സന്തോഷമായി അനുഗ്രഹമായി മാറ്റി. ഇങ്ങനെ ഒരു പാട്ടുണ്ട്, ഹല്ലേലൂയ ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം തളിൽ അണിയും കാലമുണ്ടത് ഓർക്കണം, കവിളിലൂടെ ഒഴുകുന്ന കണ്ണീരിനപ്പുറം ഒരു പുഞ്ചിരിയും ഉണ്ടത് ഓർക്കണം. ഇതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ വളരെ സ്വാധീനിച്ച പല പാട്ടുകളാണ്. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു പാട്ടുമുണ്ട്, അലറുന്ന കടലിന്റെ അലമാല കണ്ട് ഞാൻ തെല്ലും ഭയപ്പെടുകയില്ല. അല്ലെ, ഇതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ ജീവിത തൂണി തുഴഞ്ഞ് തളർന്നിടുമ്പോൾ കണ്ണുനീരിന്റെ താഴ്വരയിൽ പല ഇങ്ങനെ ആ സമയത്ത് കേട്ട പല പാട്ടുകളും ജീവിതത്തിൽ വളരെ കണക്ട് ചെയ്യുവാനും ഹല്ലേലൂയ ആ ഗാനങ്ങളിലൂടെയൊക്കെ ദൈവം പല രീതിയിലൂടെ ദൈവം സംസാരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്തത് കൊണ്ടാണ് ഇന്നും ഹല്ലേലൂയ ജീവനോടുകൂടെ നിലനിൽക്കുന്നത്. ഇല്ലെങ്കിൽ പണ്ടേ ഹല്ലേലൂയ ഈ ദൈവത്തെ അറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഹല്ലേലൂയ എവിടെയോ എത്തിച്ചേർന്നിരുന്നേനെ, ഹല്ലേലൂയ എന്തോയിലും ആയിപ്പോയിരുന്നേനെ. പക്ഷെ ദൈവം കരുണ തോന്നിയത് കൊണ്ട്, അല്ലെ ദൈവത്തെ അറിഞ്ഞത് കൊണ്ട് മാത്രമല്ല, ദൈവത്തിന് കരുണ തോന്നിയത് കൊണ്ട്, ഹല്ലേലൂയ ദൈവത്തെ അറിഞ്ഞത് കൊണ്ട് മാത്രം ഒരു ഇത് ആഴത്തില്ല, പക്ഷെ ആ നാമത്തിൽ നിൽക്കുകയും അല്ലെ ദൈവത്തിന്റെ ഒരു കരം നമ്മളെ പിടിക്കുകയും നാമും ദൈവത്തിന്റെ കരത്തിൽ അല്ലെ ആ ചിറകിൻ കീഴിൽ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ ഏത് പ്രതിസന്ധിയിലും ഏത് പ്രതികൂലങ്ങളിലും ഏത് പരിശോധനകളിലും ഹല്ലേലൂയ അതിനെ തരണം ചെയ്യുവാൻ ആവശ്യമായ കൃപ. അതുകൊണ്ടാണ് ഇപ്രകാരം പറയുന്നത്, എന്റെ കൃപ നിനക്ക് മതി. ഹല്ലേലൂയ ആ കൃപ ഉണ്ടെങ്കിൽ ഏത് സാഹചര്യങ്ങളിലും തരണം ചെയ്യുവാൻ ആവശ്യമായ ശക്തി ദൈവം നമുക്ക് നൽകും. ഹല്ലേലൂയ. ഞാൻ ഈ ഇടയ്ക്ക് ജൂൺ 2024 ജൂൺ മാസം 9-ാം തീയതി അമേരിക്കയിൽ പോകുവാൻ ദൈവം ഒരു അത്ഭുതകരമായ വഴി, അവസാന നിമിഷത്തിൽ ഒരു അത്ഭുതകരമായ വഴി, ലോകത്തിൽ നിന്ന് മൊത്തം 30 പേരെ സെലക്ട് ചെയ്തതിൽ ഒരാളായി ജോൺസ് ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി മെറിലാൻഡ് ബാൾട്ടിമോറിൽ പോകുവാൻ ദൈവം അനുവദിച്ചു. അവിടെ പോയി മടങ്ങി വന്നപ്പോൾ അവിടെ ന്യൂയോർക്കിലുള്ള പുന്നൂസ് ജോൺ എന്ന് പറയുന്ന ഒരു അച്ചായൻ, ന്യൂയോർക്കിൽ ഓൾഡ് ബെത്ത് പേജിലുള്ളതാണ്, അദ്ദേഹം എനിക്കൊരു ഷൂ ഗിഫ്റ്റ് തന്നു. ഞാൻ അന്ന് അത്
അവർ മേടിച്ചു, സന്തോഷത്തോടെ കൊണ്ടുവന്നു. ഞാൻ ഇവിടെ വന്ന് അതിന്റെ വില നോക്കിയപ്പോൾ മൈക്കൽ ജോർഡന്റെ 10-25,000 രൂപ വില വരുന്ന ഒരു ഷൂ ആണ്. ഒരു കാലമുണ്ടായിരുന്നു നിന്റെ അപ്പന് ഒരു ചെരുപ്പ് മേടിച്ചു തരാനുള്ള ശേഷിയില്ലേ എന്ന് ചോദിച്ചവിടുത്ത് ഇന്ന് ഹല്ലേലൂയ വെറുതെ ദാനമായി തന്നു. ദാനമായി കിട്ടിയത് ഹല്ലേലൂയ വളരെ വിലമതിക്കുന്ന ഹല്ലേലൂയ ഒരു നല്ലൊരു സമ്മാനമായിരുന്നു. അതൊക്കെ അപ്പോഴും ഞാൻ ഓർത്തു, കർത്താവേ അല്ല വന്ന വഴികൾ ഹല്ലേലൂയ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ദൈവമേ നന്ദിയല്ലാതെ പറയുവാൻ ഒന്നുമില്ലപ്പ. ഇത് കഴിവോ ഹല്ലേലൂയ ബുദ്ധിയോ സാമർഥ്യമോ ഒന്നും കൊണ്ടല്ല ഹല്ലേലൂയ. എനിക്ക് ആ സ്കോളർഷിപ്പ് ഒന്നും കിട്ടാൻ അങ്ങനെ ഒരു ഫുള്ളി ഫണ്ടഡ് പ്രോഗ്രാമിന് പോകാൻ യാതൊരു സാധ്യതയില്ല. അത് പോകുവാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. കാരണം അവസാന നിമിഷം വരെ വളരെ തടസ്സങ്ങളും വളരെ ബുദ്ധിമുട്ടുകളും ഒന്നും ഒരു വഴിയും കാണാതെ ഒരു റെസ്പോൺസും ഇല്ലാതെ ഇരുന്ന സമയത്ത് അതിന്റെ ഫൈനൽ മിനിറ്റ് ഹല്ലേലൂയ ഒരു ദിവസം ഇവിടുത്തെ ഒരു വെളുപ്പിനെ 1-2 മണിയായപ്പോൾ വെളുപ്പിന് ഒരു മെയിൽ വന്നു, കൺഗ്രാറ്റുലേഷൻ, നിന്റെ പ്രോഗ്രാമിലേക്ക് അക്സെപ്റ്റൻസ് ആയി ഇന്ന ദിവസം ഹല്ലേലൂയ. 4 ദിവസത്തിന്റെ അതിനുള്ളിൽ ഞാൻ അമേരിക്കൻ അതിന്റെ കാര്യം ഒന്ന് വിശദമായിട്ടൊന്ന് പറഞ്ഞേ. ദൈവം വഴിയാണല്ലോ. അതെ, പറയാം. അങ്ങനെ ദൈവം തുറന്നു ഹല്ലേലൂയ. ആ നിമിഷം അപ്പൊ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തു അമേരിക്കയിലേക്ക് പോകാൻ. അതെ, അതൊരു റിസർച്ച് വർക്ക് ബേസ് ആയിട്ട് ഒരു എക്സ്പ്ലോറേഷൻ പ്രോഗ്രാം ആയിരുന്നു. ലോകത്തിലെ പല ഭാഗങ്ങളിൽ നിന്ന് ഒരു 30 പേര് ജോൺസ് ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്ത് റെസ്യൂമും മറ്റു ട്രാൻസ്ക്രിപ്റ്റ് ഒക്കെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അങ്ങനെ കൊണ്ടുപോകുന്നതാണ്. ഇവിടുന്ന് എന്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഞാൻ ഒരാളെ എന്റെ ക്യാമ്പസിൽ നിന്ന് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്റെ യൂണിവേഴ്സിറ്റി തന്നെ വേറെ ക്യാമ്പസുകളിൽ നിന്ന് ഒരു 7-8ഓളം പേരുണ്ടായിരുന്നു. പിന്നെ ഇന്ത്യയിൽ നിന്ന് മൊത്തം 3 യൂണിവേഴ്സിറ്റീസിൽ നിന്നാണ് പിള്ളേരെ സെലക്ട് ചെയ്ത്, ഇന്ത്യയിൽ നിന്ന് മൊത്തം. അതിലൊന്ന് എന്റെ കോളേജിലായിരുന്നു. എന്റെ ക്യാമ്പസിൽ നിന്ന് കൃപയാൽ ഞാൻ ഒരാളായി അവിടെ വരുവാൻ 10 വർഷത്തെ വിസയും ദൈവം ഒരുക്കി തന്നു. ഹല്ലേലൂയ. ഞാനവിടെ പോയത് കോളേജിന്റെ കാര്യത്തിനാണെങ്കിലും അവിടെ ചിലപ്പോൾ യാദർച്ഛികമായി പല അവസരങ്ങളും കൊച്ചു സഭകളിൽ ചെറുതായിട്ട് സാക്ഷ്യം പറയുവാനും ശുശ്രൂഷിക്കുവാനും ഒക്കെ ദൈവം അങ്ങനെയും വഴി തുറന്നു. ഹല്ലേലൂയ. ആ ദേശത്തും ചെന്ന് ഹല്ലേലൂയ ദൈവത്തെ ഉയർത്തുവാൻ, ദൈവം ചെയ്ത നന്മകളെ ഉയർത്തുവാൻ, പ്രഘോഷിക്കുവാൻ ഹല്ലേലൂയ ദൈവം അവസരങ്ങൾ നൽകി. ഹല്ലേലൂയ. ഇതൊക്കെ പറയുന്നതിന്റെ ഈ പല സാക്ഷ്യങ്ങളും നാം കേൾക്കുന്നു. വചനത്തിൽ ഇങ്ങനെ പറയുന്നു, ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുന്നു. ഹല്ലേലൂയ. ഇതോടൊപ്പം തന്നെ ഈ സാക്ഷ്യങ്ങൾ ഇങ്ങനെ അനവധി ആൾക്കാർ ഇങ്ങനെ പല ചാനലുകളിലൂടെ, എന്റെ തന്നെ സാക്ഷ്യം മറ്റു 1-2 ചാനലുകളിലും കിടപ്പുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ വന്ന് പറയുന്നതിന്റെ ഒരു കാരണം എന്നാൽ ഹല്ലേലൂയ ദൈവം ഇപ്പൊ എന്റെ ഈ ജീവിതത്തിൽ എന്റെ ഈ അവസ്ഥയിൽ ദൈവം എന്നെ എങ്ങനെ നടത്തി, ഏത് വിധത്തിൽ ദൈവം നടത്തി എന്ന് ഇത് കേൾക്കുമ്പോൾ ഹല്ലേലൂയ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെയും ഉള്ളിൽ ഹല്ലേലൂയ ഒരു പ്രചോദനമായി ചിലപ്പോൾ പറയുന്ന ഒരു വാക്കായിരിക്കും. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാൻ ഞങ്ങളുടെ സഭയിൽ ശുശ്രൂഷിക്കുന്നിടയ്ക്കും കൺക്ലൂഷൻ പറഞ്ഞപ്പോൾ ഞാൻ ഒരു വാക്ക് പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം അതിന്റെ ഹല്ലേലൂയ 15-18 വാക്യത്തിൽ ഇപ്രകാരം ഹല്ലേലൂയ അബ്രഹാം കുഴിച്ച കിണറുകൾ ഹല്ലേലൂയ ഫിലിസ്ത്യർ. പക്ഷെ അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. 21-ാം അധ്യായത്തിൽ അബ്രഹാമിന്റെ ആ കാര്യങ്ങൾ പറയുന്നു. എന്നാൽ 26-ാം അധ്യായത്തിൽ ഇസഹാക്ക് പിന്നെയും തന്റെ അപ്പൻ കുഴിച്ച ആ കുഴികളെ വീണ്ടും തുറക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ അവിടെ ഇത്രയാണ് പറഞ്ഞത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ പല കിണറുകൾ ബൈബിളിലെ കിണറുകൾക്ക് പല വ്യാഖ്യാനങ്ങളുണ്ട്. കൂടുതലും ഒരു ജീവൻ അല്ലെങ്കിൽ ഒരു ലൈഫ് എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ പല അനുഗ്രഹങ്ങളും നമ്മുടെ പല കൃപകളും ഒക്കെ ശത്രു മൂടിക്കളഞ്ഞ പലതിനെയും ഇന്ന് തുറക്കേണ്ടതാകുന്നു എന്നൊരു വാക്കേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷെ അത് അനേകർക്കും അതൊരു പ്രത്യേകമായ പ്രചോദനമായി മാറി. അപ്പൊ ഇങ്ങനെ സാക്ഷ്യങ്ങൾ പറയുമ്പോൾ ഞാൻ വളരെ എൻകറേജ് ഓൾ ഓഫ് യു ഇങ്ങനെ സാക്ഷ്യങ്ങൾ കേൾക്കുക. കാരണം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു എൻകറേജ്മെന്റ് ആയി മാറുകയും ഹല്ലേലൂയ നിങ്ങൾ ഇതുപോലെ കഷ്ടങ്ങളിലൂടെ എന്തെങ്കിലും അല്ലെങ്കിൽ ഇതുപോലെ പോകുന്നവരെ നിങ്ങൾ കണ്ടെത്തുമ്പോൾ ഈ കേട്ട കാര്യങ്ങൾ, ഈ കേട്ട ടെസ്റ്റ് മണികൾ നിങ്ങളുടെ മനസ്സിൽ വരും. അത് നിങ്ങൾ അവരോട് പങ്കുവെക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതൊന്നുകൂടി ഓർക്കുമ്പോൾ ഹല്ലേലൂയ നിങ്ങൾക്ക് അതിനെ തരണം ചെയ്യുവാൻ ആവശ്യമായ കൃപ അല്ലെങ്കിൽ ആ ഒരു ബലം ഹല്ലേലൂയ ഇതിലൂടെ ദൈവം നൽകും. ഞാൻ എന്റെ സാക്ഷ്യത്തിലേക്ക് മടങ്ങി വരാം. ഹല്ലേലൂയ. ഇങ്ങനെ ഞാൻ ആ കോളേജിൽ പോയി അമേരിക്കയിൽ പോയി വന്നു. ഇങ്ങനെ ഒരു അനുഗ്രഹം ദൈവം നൽകി. ഇതിന് പോകുന്നതിന് മുമ്പ് ഈ 2015 ഞാൻ ആ വർഷത്തിലേക്ക് മടങ്ങി വരാം. ഇങ്ങനെ കഷ്ടപ്പെട്ട് പോകുന്ന സമയങ്ങളിൽ ഇനി മുൻപോട്ട് ഒരു സാധ്യതയും ഇല്ലാതിരിക്കുന്ന സമയത്താണ് ഒരു ബാംഗ്ലൂരിൽ അപ്പൊ ഒരു മീറ്റിങ്ങിനുള്ള വഴികളെ ദൈവം അത്ഭുതകരമായി തുറന്നു. പക്ഷെ ആ മീറ്റിങ്ങിന് പോകാനുള്ള വണ്ടിക്കൂലി കയ്യിലില്ല. അപ്പ പോകുന്നില്ല എന്ന് മനസ്സിൽ വിചാരിച്ച് മടിച്ചിരുന്നു. പക്ഷെ എങ്കിലും അപ്പയ്ക്ക് ഒരു ഭയങ്കര വല്ലാത്ത പ്രയാസം. ഇല്ല, നീ പോകണം, ആ അവസരം നീ ഒഴിവാക്കരുത്. നിന്നെ വിളിച്ചുവെങ്കിൽ ഹല്ലേലൂയ നിന്നെ നടത്തുവാനും ഹല്ലേലൂയ നിന്നെ കൊണ്ടെത്തിക്കാനും
ഉപേക്ഷിക്കുവാനും ഞാൻ ശക്തൻ. അങ്ങനെ അത് പപ്പ കേട്ടു. പപ്പ പിന്നെ ഉള്ള വണ്ടിക്കൂലി എല്ലാം കൂടി കൂട്ടി, ഞങ്ങൾക്ക് കുറച്ച് വാഴകളുണ്ട്, ഓരോ ആഴ്ചയും 3 വാഴക്കൊല വെട്ടി ഞങ്ങൾ ടൗണിൽ കൊണ്ട് കൊടുക്കും. 40 രൂപയ്ക്ക് ഞങ്ങൾ കൊണ്ട് വിറ്റ് ആ ആഴ്ചത്തെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കും. ഇത് ഈ പ്രാർത്ഥനയ്ക്ക് പോകാനുള്ള വണ്ടിക്കൂലിക്ക് വേണ്ടി ഉള്ള കൊലയെല്ലാം കൂടി വിറ്റു ആ കാശ് കൊണ്ട് ബാംഗ്ലൂരിൽ പോയി. അവിടെ ചെന്നു അപ്പൊ ശുശ്രൂഷിക്കുമ്പോൾ അവിടെ ഒരു ആന്റിയും ഒരു അങ്കിളും ഉണ്ട്, വളരെ പ്രായമുള്ള. അവരുടെ മക്കൾ അമേരിക്കയിലാണ് താമസിക്കുന്നത്. അവർക്ക് മക്കളില്ല, വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളുകളായി, പക്ഷെങ്കിലും മക്കളില്ല. അപ്പൊ ഇവർ ഈ സാക്ഷിയെല്ലാം കേട്ടു, ആരാധനയും പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞപ്പോൾ ഇവരൊന്ന് പറഞ്ഞു, പാസ്റ്റർ അമേരിക്കയിൽ പോകണം, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി അവിടെ ചെന്നൊന്ന് പ്രാർത്ഥിക്കണം. അമേരിക്കയിൽ പോയിട്ട് ബാംഗ്ലൂരിലെ മീറ്റിങ്ങിന് പോകാൻ വണ്ടിക്കൂലി ഇല്ലാതിരുന്ന ആ പാസ്റ്ററോടാണ് അവർ പറയുന്നത്, പാസ്റ്റർ അമേരിക്കയിൽ പോയിട്ട് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. എവിടുന്ന്, എന്ത്, എങ്ങനെ? പപ്പ ഓക്കെ എന്ന് പറഞ്ഞു. അന്ന് പപ്പയ്ക്ക് വിസയുണ്ട്, കാരണം 2007 പപ്പ ഞങ്ങൾ ഷാരോൺ ഫെലോഷിപ്പിന്റെ ഭാഗമായിരുന്ന സമയത്ത് നാട്ടിലെ ഷാരോൺ ഫെലോഷിപ്പിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വെച്ച് പപ്പനെ സംഘടന പപ്പനെ അമേരിക്കയിൽ ഒരു മീറ്റിംഗ് കോൺഫറൻസിന് വേണ്ടി അയക്കുകയും, അങ്ങനെ 10 വർഷത്തെ വിസയുണ്ട്. അത് 2017 എക്സ്പയർ ആവും. ഇത് 2015 ഡിസംബറിലെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ അങ്ങനെ പപ്പ പറഞ്ഞു, പ്രാർത്ഥിക്കാം, ദൈവം വഴികൾ ഒരുക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ പോകാം, ദൈവം തന്നെ വഴികൾ ഒരുക്കട്ടെ. തിരിച്ചു വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പോകുവാനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി. വണ്ടിക്കൂലിക്ക് കാശില്ല, എവിടെ എന്ത് ചെയ്യും? അപ്പൊ പപ്പേന്റെ പെങ്ങന്മാരോടും ഉള്ളവരോടെല്ലാം ഉള്ള കാശുകളൊക്കെ ചോദിച്ചു. അവരുടെ കയ്യിലുണ്ടായിരുന്ന അല്പ സമ്പത്തുകള് പണയം വെക്കുകയും ഒക്കെ ചെയ്ത് വണ്ടിക്കൂലിയൊക്കെ കൂട്ടി ഒരു പ്രകാരത്തിന് നവംബർ അവസാനം ഡിസംബർ ആദ്യ വാരത്തിൽ അപ്പൊ അമേരിക്കയിലേക്ക് പോകാൻ വേണ്ടി കുവൈറ്റ് വഴി പപ്പ പോവുകയാണ്. അവിടെ ചെന്നിറങ്ങി. ഹല്ലേലൂയ, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ദൈവം ഇത്രത്തോളം എത്തിച്ചു. കുവൈറ്റും കടന്നു, അമേരിക്കയിൽ ചെന്നിറങ്ങി. അവിടെ ബോർഡർ ഇമിഗ്രേഷനിൽ വെച്ച് അവർ ചോദ്യം ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? ഈ പപ്പയ്ക്ക് ഇംഗ്ലീഷ് അത്ര അറിയത്തില്ല. പപ്പ പറഞ്ഞു, ഞാനൊരു മീറ്റിങ്ങിന് വന്നിരിക്കുന്നു. നമ്മൾ മലയാളത്തിൽ മീറ്റിംഗ് എന്നാണ് പറയുന്നത്. അപ്പൊ അവർ ചോദിച്ചു, എന്ത് മീറ്റിംഗ്? ടെററിസ്റ്റ് മീറ്റിംഗ് ആണോ എന്ന് ചോദിച്ചു. അപ്പൊ പപ്പ പറയുന്നത് എപ്പോഴും ചോദിച്ചു കഴിഞ്ഞാൽ യെസ് നോ ഇങ്ങനെയൊക്കെയാണ് പപ്പ പറയുന്നത്. ടെററിസ്റ്റ് മീറ്റിംഗ് ആണോ എന്ന് ചോദിച്ചു. പപ്പ കേട്ടത് ടൂറിസ്റ്റ് ആണോ എന്നാണ് പപ്പയ്ക്ക് തിരിഞ്ഞത്. പപ്പ പറഞ്ഞു യാ എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അവര് പിടിച്ച് മാറ്റി. എന്നിട്ട് ലാസ്റ്റ് കൊണ്ട് നിർത്തി. എന്നിട്ട് പറഞ്ഞു, തിരിച്ച് കയറ്റി വിടൂന്ന് പറഞ്ഞു. ആകെ പ്രയാസത്തിലായി. കാരണം കടം മേടിച്ച് ഉള്ള കാശ് കൊണ്ട് വന്ന് പിടിച്ച് ടിക്കറ്റ് കൊടുത്ത് അമേരിക്ക ചെന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് തിരിച്ചു കൊടുന്ന് ഭാഷ അറിയാൻ മേലാത്തിന്റെ പേരിൽ ഒരു തെറ്റുകൾ പറയുകയും അതിന് വരുന്ന അവസ്ഥ ഒന്ന് ഓർത്തു നോക്കണം. അങ്ങനെ ഇരുന്നു. പക്ഷെ എല്ലാം കഴിഞ്ഞു, എല്ലാവരും ഇറങ്ങി. അവസാനം ഒരു പാകിസ്ഥാനിയും കൂടി ഉണ്ട്. അദ്ദേഹത്തെ ദൈവം ഉപയോഗിച്ചു. ഹല്ലേലൂയ. അദ്ദേഹം അവിടെ ക്യൂവിൽ നിന്ന് പറഞ്ഞു, ഇദ്ദേഹം ഇന്ത്യക്കാരനാണ്, ഞങ്ങൾ അയൽ രാജ്യക്കാർ, ഞങ്ങളുടെ ഒരേ ഭാഷയാണ്, ഞാൻ ഇദ്ദേഹത്തിന് വേണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം, കുഡ് യു പ്ലീസ് ഗിവ് ഹിം 1 ചാൻസ്? ഹല്ലേലൂയ. പപ്പയ്ക്ക് വേണ്ടി ഒരു പാകിസ്ഥാനിയെ കൊണ്ട് ദൈവം സംസാരിപ്പിച്ചു. ഹല്ലേലൂയ. അവർ പറഞ്ഞു, അവർ പിന്നെ മാറ്റി നിർത്തിയിട്ട് അവര് ഈ ഹിന്ദിയിൽ അവര് ഇംഗ്ലീഷ് ചോദിക്കുന്നു, ഈ പാകിസ്ഥാനി പപ്പയ്ക്ക് ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ പപ്പനെ സീലടിച്ച് പപ്പൻ അമേരിക്കയിലേക്ക് കടത്തി. ഹല്ലേലൂയ. അതിനുശേഷം ആ അമേരിക്കയിൽ പപ്പ അവിടെ ചെന്നു. അനവധി മീറ്റിങ്ങുകൾ കിട്ടി. അതിനുശേഷം ഇന്ന് വരെ ഹല്ലേലൂയ, ഇന്നേക്ക് ഓൾമോസ്റ്റ് 9-10 വർഷത്തോളം ആയി. ഹല്ലേലൂയ. ഇന്ന് വരെ തിരിഞ്ഞു നോക്കുവാൻ ഇട വന്നിട്ടില്ല. ഹല്ലേലൂയ. അന്ന് ഹല്ലേലൂയ കഷ്ടതയിലൂടെ കടന്നു പോയപ്പോൾ ഹല്ലേലൂയ ഇനി ഒന്നുമില്ലാതെ അല്പം മാവും ഹല്ലേലൂയ കുറച്ച് എണ്ണയും ഒക്കെ മാത്രം, വളരെ അല്പം ഹല്ലേലൂയ മാത്രം, ഇനി അത് കഴിഞ്ഞാൽ തീർന്നു എന്നുള്ള അവസ്ഥയിലും ഹല്ലേലൂയ ദൈവം അവിടെ ആ വസ്തുക്കളെ മാറ്റിയപ്പോൾ വിശാലത വരുത്തി. ഹല്ലേലൂയ. പിന്നെ ഇന്ന് വരെ തിരിഞ്ഞു നോക്കേണ്ട എന്ന് പറഞ്ഞാൽ ആർഭാടത്തിലല്ല ജീവിക്കുന്നത്. പക്ഷെ എങ്കിലും ആരോട് മുമ്പേ കൈ നീട്ടാൻ അവസരമില്ലാതെ, അല്ലെങ്കിൽ ആവശ്യമില്ലാതെ, അല്ലെങ്കിൽ മാന്യമായി ജീവിക്കുവാൻ, ശുശ്രൂഷകൾ ചെയ്യുവാൻ, അല്ലെങ്കിൽ ശുശ്രൂഷകൾ ചെല്ലുന്നവിടത്ത് ഇങ്ങോട്ട് മേടിക്കുന്നതിന് പകരം അങ്ങോട്ട് ആ സഭകളിൽ കൊടുക്കുവാനും അവിടെയുള്ളവരെ സഹായിക്കുവാനും ദൈവം കാര്യങ്ങളെ ബലപ്പെടുത്തി ഇന്നും ദൈവം നടത്തുന്നു. ഹല്ലേലൂയ. അങ്ങനെ ദൈവം ജീവിതത്തിൽ ഉടനീളം പലവിധമായ സാക്ഷ്യങ്ങളുണ്ട്. ദൈവം പല രീതികളിലൂടെയും കരുതുന്ന ദൈവം, സൗഖ്യമാക്കുന്ന ദൈവം, വഴി നടത്തുന്ന ദൈവം, അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം, വാതിലുകളെ തുറക്കുന്ന ദൈവം. ഇസ്രായേൽ മക്കൾക്കൊക്കെ ഹല്ലേലൂയ ചെങ്കടലിലൂടെ ആ വഴി കടലിനെ വിഭജിച്ച് ഹല്ലേലൂയ ദൈവം വഴി തുറന്നു. ഹല്ലേലൂയ. ഇങ്ങനെ ഇപ്രകാരം വായിക്കുന്നു, ഞാൻ നിർജ്ജന പ്രദേശത്തിലൂടെ മരുഭൂമിയിലൂടെ ഒരു തുറന്ന വഴി, ഒരു പെരുവഴി ഞാൻ തുറക്കുന്നു. ഹല്ലേലൂയ. എന്നതുപോലെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം
പെരുവഴി, അല്ലയോ പെരുവഴി എന്ന് പറയാൻ പറ്റില്ല, വഴികളെ തന്നെ ദൈവം തുറക്കുവാൻ ദൈവം ഇടയായി. ഹല്ലേലൂയ. അത് ഞങ്ങളുടെ പഠനത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഹല്ലേലൂയ ദൈവം ഇന്നും വിശ്വസ്തയോടെ ഞങ്ങൾ കൃപയിൽ കരുണയിൽ ഞങ്ങൾ നടത്തുകയും നിലനിർത്തുകയും ശുശ്രൂഷകളിലൊക്കെ മുമ്പോട്ട് വിടുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ കർണാടകയിൽ, ഞാൻ പറഞ്ഞു, ഞങ്ങൾ 2008-2009 കാലഘട്ടത്തിലാണ് കർണാടകയിൽ വരുന്നത്. ഞങ്ങൾ നെടുമ്പാശ്ശേരിയിൽ എയർപോർട്ടിന്റെ വാതിക്കൽ ഹൈവേയിൽ തന്നെ ഒരു വീട്ടിൽ, അവിടെ നെടുമ്പാശ്ശേരി ഷാരോൺ ഫെലോഷിപ്പിന്റെ ചർച്ചിന്റെ ചുമതലയിലായി പപ്പ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങൾ കർണാടകയിലേക്ക് വരുന്നത്. അപ്പൊ അവിടെ വളരെ സുഖജീവിതമാണ്, യാതൊന്നിനും ബുദ്ധിമുട്ടുമില്ല. ആഴ്ചകളിലൊക്കെ നല്ല പപ്പയ്ക്ക് ഇഷ്ടം, പപ്പ നല്ല ആ സമയത്ത് പപ്പ നല്ല പ്രസിദ്ധനായ ഒരു സുശേഷകനായിരുന്നു. പപ്പ കൺവെൻഷനുകൾ സ്റ്റേജിൽ നിന്ന് സ്റ്റേജ് പോയി പപ്പ ശുശ്രൂഷയൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ആള് ഇഷ്ടംപോലെ ഞങ്ങൾക്ക് ലാഭിഷ ജീവിക്കാനുള്ള വഴികൾ ദൈവം ഒരുക്കി. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളിടത്തുനിന്ന് ഒരു കൊടും കാട്ടിലേക്ക്, ഇന്നും നെറ്റ്വർക്ക് ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഹല്ലേലൂയ ഫോൺ കോൾ പോലും വരത്തില്ല. ഞങ്ങൾ മലയിൽ ഇങ്ങനെ മരത്തിൽ മൊബൈൽ കെട്ടിത്തൂക്കിയിട്ടിട്ടാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ഉപയോഗിക്കുന്നത്, മൊബൈൽ കോൾ ഒക്കെ എടുക്കുന്നത്. അപ്പൊ അങ്ങനെ ആ സ്ഥലത്തിലേക്ക് വഴിയില്ല, നാടില്ല, കറണ്ട് ഇല്ല. ഹല്ലേലൂയ. കൾച്ചേർഡ്, അവിടുത്തെ ആൾക്കാർ ട്രൈബൽ പീപ്പിൾ ആണ്. അപ്പൊ അവർക്ക് ആ ഒരു സിവിലൈസ്ഡ് കൾച്ചർ ഒന്നുമില്ല. അവർ അവരുടേതായ കാട്ടുജീവിതം, കാട്ടു നിയമങ്ങൾ എന്നൊക്കെ പറയുന്ന കണക്കുള്ള ആ ഇടയിൽ ചെന്നപ്പോ അതും ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അയ്യോ ദൈവം എന്തിന് ഇങ്ങനെ കൊണ്ടുവന്നു. ഞങ്ങൾക്ക് ചെറുപ്പമായത് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ മമ്മിക്ക് വളരെ സങ്കടമായിരുന്നു. അയ്യോ വളരെ സന്തോഷത്തിൽ ജീവിച്ചതാണ്, അയ്യോ വളരെ അനുഗ്രഹത്തിൽ ജീവിച്ചതാണ്, എന്തിന് ഇങ്ങോട്ട് വന്നു, അയ്യോ എന്തിന് ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്നും പരാതിയും എന്നും സങ്കടവും ഒക്കെയായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള സമയത്തും അന്ന് അറിയില്ലായിരുന്നു അത് ദൈവം വർഷങ്ങൾക്ക് ശേഷം ഹല്ലേലൂയ ഞങ്ങളുടെ മറ്റൊരു അനുഗ്രഹത്തിന്, മറ്റൊരു വാതിൽ ഹല്ലേലൂയ തുറക്കുവാൻ സാധ്യതയില്ലാത്ത സ്ഥലത്ത് തുറക്കപ്പെടുവാനുള്ള ഒരു വാതിലിനുള്ള ഒരു വഴിയായി ദൈവം ഞങ്ങൾ അന്ന് കർണാടകയിൽ കൊണ്ടുവന്നായിരുന്നു. അത് ഒരു കാര്യം. മറ്റു പല കാര്യങ്ങൾ ദൈവം ഞങ്ങളോട് ഇവിടെ കർണാടകയിൽ ചെയ്തെടുത്തു. അതിൽ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എന്റെ സിസ്റ്ററിന്റെ ബാച്ചിലേഴ്സ് പഠിത്തം 12 കഴിഞ്ഞു. ഇനി മുൻപോട്ട് എന്ത് ചെയ്യണം? MBBS പോകണോ, നഴ്സിംഗിന് പോകണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോഴ്സ് എടുക്കണോ? ചേച്ചിക്ക് മിഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും പഠിക്കണമെന്നാണ് ആഗ്രഹം. എന്റെ ഒരു മിഷൻ ആശുപത്രി തുടങ്ങണം, ഇതൊക്കെയാണ് ചേച്ചിന്റെ ആഗ്രഹം. ഒരു റിട്രീറ്റ്, ഒരു കൗൺസിലിംഗ് സെന്റർ, റിട്രീറ്റ് സെന്റർ ഒക്കെ തുടങ്ങണമെന്നാണ് ചേച്ചിന്റെ ആഗ്രഹം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു കോഴ്സ് എന്ത് ചെയ്യും, എങ്ങനെ പഠിപ്പിക്കും, മുമ്പോട്ട് എന്താകും, എങ്ങനെയാ, എവിടെ അഡ്മിഷൻ എടുക്കും എന്നൊന്നും അറിയില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫാദർ മുള്ളൻ, മംഗലാപുരത്തെ ഫാദർ മുള്ളൻ മെഡിക്കൽ കോളേജിൽ ഹല്ലേലൂയ, നാട്ടിൽ കേരളത്തിൽ കാസർഗോഡിൽ കാഞ്ഞങ്ങാടിലുള്ള റോയ് ചുള്ളിക്കര എന്ന് പറയുന്ന ഒരു പാസ്റ്റങ്ങൾ മുഖാന്തരം ഇങ്ങനെ കോഴ്സ് BASLP, ബാച്ചലർ ഓഫ് സ്പീച്ച് ആൻഡ് ഓഡിയോ പാത്തോളജി എന്ന കോഴ്സിനെ കുറിച്ച് അറിയുകയും ഈ കോളേജിൽ അഡ്മിഷൻ വേണ്ടി ചെല്ലുകയും ചെയ്യുന്നു. അപ്പൊ ആ കോളേജിൽ അഡ്മിഷൻ കിട്ടുവാൻ തക്കോളം മാർക്കൊന്നും ചേച്ചിക്കില്ല. ചേച്ചി ഒരു ജസ്റ്റ് ആവറേജ് സ്റ്റുഡന്റ് ആണ്. അത്ര ബ്രൈറ്റ് ആയിട്ടുള്ള പഠനത്തിൽ ബ്രൈറ്റ് ഒന്നുമല്ല. ഹല്ലേലൂയ. അപ്പൊ ആ കോളേജിൽ പഠിക്കുന്ന ടോപ്പ് ഓഫ് ദ ടോപ്പ് പീപ്പിൾ, പണക്കാര്, പണം കൊണ്ടും ബുദ്ധി കൊണ്ടും മാർക്ക് കൊണ്ടും ഒക്കെ വളരെ ടോപ്പായി പഠിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു കാരണവശാലും ചേച്ചിക്ക് അഡ്മിഷൻ കിട്ടാൻ യാതൊരു വഴിയുമില്ല, യാതൊരു സാധ്യത. അതൊരു കത്തോലിക്ക കോളേജാണ്. പ്രത്യേകിച്ച് പെന്തക്കോസ്തുകാരും കൂടി ചെല്ലുമ്പോൾ, ഇങ്ങനത്തെ അവസ്ഥയിൽ ചെല്ലുമ്പോൾ അത് ആട്ടിക്കളയാനേ അവര് ചെയ്യത്തുള്ളൂ. പക്ഷെ ഒരു അവസരം ദൈവം അവിടെ ഒരുക്കി വെച്ചു. 33 പേരാണ് ഓരോ വർഷം അവർ ആ ബാച്ചിലേക്ക് അവരെടുക്കുന്നത്. 32 സീറ്റ് ഫില്ലായി. ഇനി ഒരു സീറ്റേ ഉള്ളൂ. അത് കർണാടകയിൽ നിന്നുള്ള സ്റ്റുഡൻസിന് വേണ്ടി മാത്രമായിട്ടുള്ളതാണ്. ഹല്ലേലൂയ. ചേച്ചി, ഞങ്ങൾ 10ാം ക്ലാസ് വരെ CBSE പഠിച്ചു, 11ഉം 12ഉം സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചു. അതിനും ദൈവത്തിന് ഇതിന് പിന്നിൽ ഒരു പദ്ധതി. ഞങ്ങൾക്ക് ഇഷ്ടമല്ലായിരുന്നു സ്റ്റേറ്റ് സിലബസിൽ പോകുവാൻ. പക്ഷെ അത് ഇതിനൊരു മുഖാന്തരമായി ദൈവം മാറ്റി. കർണാടകയിൽ പഠിച്ചു എന്നതിന്റെ പേരിൽ, കർണാടകയിൽ ഡൊമിസിൽ ആയതിന്റെ പേരിൽ ആ സീറ്റിൽ കയറുവാനും, പഠിച്ച് 4 വർഷത്തെ ബാച്ചിലർ ഡിഗ്രി പൂർത്തീകരിച്ച് അപ്പൊ തന്നെ മാസ്റ്റേഴ്സിന് വേറെ ഒരു നിറ്റ് എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ കയറി അവിടെ 2 വർഷം അത്ഭുതകരമായി പലവിധമായ ശോധനകളും പ്രശ്നങ്ങളും ഒക്കെ, പരീക്ഷ എഴുതിപ്പിക്കില്ല, പല വെല്ലുവിളികള്, ആത്മീക ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ഒക്കെ പല വെല്ലുവിളികളും നേരിട്ടെങ്കിലും അതിനൊക്കെ അതിജീവിക്കുവാൻ തക്കണം ഹല്ലേലൂയ ദൈവം കരുത്തേൽക്കുകയും ചേച്ചി പഠിച്ചു. ഇപ്പോൾ ബാംഗ്ലൂരിൽ ഓൾമോസ്റ്റ് 4-5 മാസമാകുന്നു. അവിടെ PRS ഹോസ്പിറ്റലിൽ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുവാൻ തക്കണം ദൈവം ഇടയാക്കി. ഹല്ലേലൂയ. ഞങ്ങൾ ഓൾമോസ്റ്റ് 10-18 വർഷങ്ങൾക്ക് മുമ്പ് കർണാടകയിൽ കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു വഴി, ഇങ്ങനെ ഒരു പദ്ധതി ദൈവത്തിന് ഉണ്ടായിരുന്നു എന്ന്. ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ പല കാര്യം ഞങ്ങളുടെ ആ സ്ഥലത്ത്, ആ ദേശത്ത് ആ ഇരുട്ട് കിടന്ന്, അതൊരു ഇപ്പോഴും ഒരു ഭൂതബാധ, അല്ലെങ്കിൽ ഒരു ദേശത്തിന് ഒരു വലിയൊരു കെട്ട് അവിടെ ഉണ്ട്. ആ ദേശത്തിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാ, അത് തുറന്നും എനിക്ക് പച്ചയ്ക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ മ്ലേച്ഛകരമായ ഒരു ജീവിത ശൈലിയാണ് ആ ദേശത്തുള്ളത്. പല കുടുംബങ്ങളിലും പല ഇത് ഉള്ള ഒരു ഏരിയയാണ്. അവിടെ വന്ന്
ഭയങ്കര ഇന്നും അവിടെ വരുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു അന്ധകാര ശക്തിയുടെ ആ ഒരു ഇത് നമുക്ക് ഫീൽ ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ ഉള്ളവിടത്താൽ ഇരുട്ടിൽ കിടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്നതുപോലെ ആ ദേശത്ത് വരികയും പ്രവർത്തിക്കുകയും ഹല്ലേലൂയ വേറെ കുറച്ച് മാറി വേറെ സ്ഥലങ്ങളിൽ അല്ലെ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുകയും അനവധി ആൾക്കാർ അല്ലെ വിശ്വാസി വന്ന് പിന്മാറിപ്പോയവരും പുതിയ ആൾക്കാരും ഒക്കെ വരുവാൻ ദൈവം ഇടയാക്കി. ദൈവം ശക്തമായി അവിടെയും ഞങ്ങൾ ഇപ്പോഴും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇതൊക്കെ പറയുന്നത് ദൈവം വഴികളെയും ദൈവം നടത്തിയ വിധങ്ങളെയും ഹല്ലേലൂയ അല്ലെ ഞങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ ദൈവം നടത്തി, എങ്ങനെ ദൈവം വഴി നടത്തി എന്നത് ഹല്ലേലൂയ നിങ്ങളോട് പങ്കുവെക്കുവാനുള്ള ഹല്ലേലൂയ നിങ്ങൾക്കൊരു എൻകറേജ്മെന്റ് ആകുവാൻ വേണ്ടി അല്ലാണ്. അത് മാത്രമല്ല ഞങ്ങൾക്ക് ഒരു കടപ്പാടുണ്ട് എന്നതാണ്. ഹല്ലേലൂയ സങ്കീർത്തനം 30:12 ഇപ്രകാരം വായിക്കുന്ന അല്ല അവരെന്റെ വിലാപത്തെ നൃത്തമാക്കുകയും എന്റെ രട്ടയച്ചനെ ആനന്ദം മുടിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ എന്റെ ദൈവമായ യഹോവയെ ഞാൻ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. ദിസ് ഈസ് അവർ ഗ്രേറ്റ്ഫുൾനെസ്. ഇത് ഞങ്ങളുടെ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഹല്ലേലൂയ. അതും മറ്റൊരു ഘടകം. ഹല്ലേലൂയ. മൗനമായിരിക്കാതെ ഹല്ലേലൂയ നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ ദൈവം ആരുടെയും ജീവിതം ഒന്നും ചെയ്യാതെ ദൈവം ഇരുന്നിട്ടില്ല. എന്തെങ്കിലും ഒക്കെ ദൈവം ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾക്കും ഇങ്ങനെ അവസരങ്ങൾ കിട്ടുമ്പോൾ ഹല്ലേലൂയ അതൊരു പക്ഷെ പേഴ്സണൽ ഇന്ററാക്ഷനിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾക്ക് ഒരു വലിയ സഭയിൽ ഒരു വലിയ സ്റ്റേജ് ലഭിച്ചു എന്ന് ഹല്ലേലൂയ. ഞാൻ എന്റെ തുടങ്ങിയത് ഞങ്ങളുടെ ചെറിയ ചെറിയ ആൾക്കാരെ മീറ്റ് ചെയ്യുമ്പോൾ യാത്രകളിൽ ട്രെയിനിലേക്ക് നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇതിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഹല്ലേലൂയ. അങ്ങനെ പരസ്പരം നിങ്ങൾക്ക് ദൈവം ചെയ്ത കാര്യങ്ങളെ നിങ്ങൾ പങ്കുവെക്കുമ്പോൾ ഹല്ലേലൂയ അതാണ് സുവിശേഷീകരണം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിലൊക്കെ നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവം യേശു കർത്താവ് ശിഷ്യന്മാർക്ക് ഒരു പ്രോമിസ് കൊടുക്കുകയാണ്, ഉയരത്തിൽ നിന്നുള്ള ശക്തി. എന്നിട്ടാൽ നിങ്ങൾ എങ്ങനെ ലഭിച്ചു എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്നൊരു തെളിവും കൂടി കൊടുക്കുകയാണ്. ഉയരത്തിൽ നിന്ന് നിങ്ങൾ ശക്തി പ്രാപിക്കുമ്പോൾ ഹല്ലേലൂയ നിങ്ങൾ എന്റെ സാക്ഷികളായി മാറും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ നാവ് അടക്കി വെക്കുവാൻ കഴിയത്തില്ല. കഷ്ടതയിലൂടെ കടന്നു പോകുന്നവർ, ഇരുട്ടിൽ സഞ്ചരിക്കുന്നവരെ കാണുമ്പോൾ, നാശത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരെ കാണുമ്പോൾ ഹല്ലേലൂയ നമുക്ക് ആ നശിച്ചു പോകുന്നവരെ കുറിച്ചുള്ള ഒരു ഭാരം, ആത്മാക്കളെ കുറിച്ചുള്ള ഒരു ഭാരം ഹല്ലേലൂയ അത് ഓട്ടോമാറ്റിക്, അത് ആത്മാവുള്ളവർക്ക് അത് ഓട്ടോമാറ്റിക്കലി അത് വരും. അപ്പോൾ ദൈവം നമ്മളെ ഹേമിക്കും. അല്ലെ നിങ്ങൾ പറയുക, നീ അവിടെ ചെന്ന് പറയുക, അവിടെ എന്ത് പറയണം, എനിക്ക് വാക്ചാതുര്യമില്ല. മോശ അങ്ങനെയാണ് പറയുന്നത്, എനിക്ക് സംസാരശേഷിയില്ല, എന്റെ തടിച്ച നാമാണ്, ഹല്ലേലൂയ ഞാൻ വിക്കനാണ്. യെരമ്യാവ് പറയുന്നു എനിക്ക് വാക്ചാതുര്യങ്ങളില്ല. ഗിദെയോൻ പറയുന്നു ഞാൻ ഹല്ലേലൂയ ഇസ്രായേൽ മക്കളിലും വെച്ച് ഏറ്റവും ചെറിയ കുടുംബമാണ് എന്റെ, ഞാൻ മനുഷ്യ ഗോത്രത്തിലെ ഏറ്റവും ചെറിയവനാണ് ഞാൻ ഹല്ലേലൂയ എന്ന് അവരൊക്കെ പറയുന്നു. പക്ഷെ അവരൊക്കെ ദൈവം ശക്തമായി ഉപയോഗിച്ചവരാണ്. നിങ്ങൾ എന്ത് പറയാൻ, നിങ്ങളെ പ്രഭുക്കന്മാരും രാജാക്കന്മാരുടെ ഒക്കെ മുമ്പിൽ നിങ്ങൾ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ എന്ത് പറയേണ്ടു നോർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട. ഹല്ലേലൂയ പരിശുദ്ധ ആത്മാവ് നിങ്ങളോട് കൂടെ ഇരുന്ന് എന്ത് പറയണം എന്നത് നിങ്ങൾക്ക് ഹല്ലേലൂയ നിങ്ങൾക്ക് ആലോചന പറഞ്ഞു, നിങ്ങളുടെ നാവോട് കൂടെ ഇരുന്ന് ആലോചന പറഞ്ഞു തരും. ഹല്ലേലൂയ. തിരിച്ച് സാക്ഷ്യത്തിലേക്ക് കടന്നു വരാം. ഹല്ലേലൂയ. ഇത് ചേച്ചിയുടെ സാക്ഷ്യം, പപ്പയുടെ സാക്ഷ്യം നിങ്ങൾക്ക് ഈ ചാനലിൽ തന്നെ മറ്റ് കേൾക്കാം. അത് ദീർഘമായ ഒരു സാക്ഷ്യമാണ്. എന്റെ ഹല്ലേലൂയ ഈ വിക്ക് മാറി, ഞങ്ങൾ കടവാരം മാറി, അപ്പൊ ഇങ്ങനെയൊക്കെ കണ്ടു. ഇനി വഴികളെ തുറക്കുന്ന ദൈവം എന്റെ ചേച്ചിയുടെ ജീവിതത്തിൽ തുറന്നത് ഞാൻ പറഞ്ഞു. എന്റെ ജീവിതത്തിൽ വഴികളെ തുറക്കുന്ന ദൈവം, അസാധ്യതകൾ എന്ന് തോന്നുമ്പോൾ, ഒരു വഴിയുമില്ല എന്ന് തോന്നുന്നിടത്തും അത്ഭുതകരമായി അവസാന നിമിഷത്തിലും ഹല്ലേലൂയ അവസാന നിമിഷത്തിലും അത്ഭുതങ്ങളെ ചെയ്യുകയും ഹല്ലേലൂയ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉളവാക്കിയേ ഈ ഭൂമിയെ അല്ലെ ഒന്നുമില്ലായ്മയിൽ നിന്നും ദൈവം അല്ല പലതും സൃഷ്ടിച്ചു ഉളവാക്കി ഹല്ലേലൂയ എന്നതുപോലെ അല്ലെ നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലത്ത് ഹല്ലേലൂയ ഒരു പോർട്ടൽ കയറി ലോഗിൻ ചെയ്ത് പ്രിഫറൻസ് സെലക്ട് ചെയ്യാൻ മതി. നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലത്ത് എവിടുന്നോ ഒരു സിഗ്നൽ തെറ്റി അതിലെ വന്നു, ആ സിഗ്നലിൽ കയറി ലോഗിൻ ചെയ്ത് ഞങ്ങൾ സെലക്ട് ചെയ്താണ് എന്റെ ഇപ്പത്തെ പഠിക്കുന്ന കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു സങ്കീർത്തനങ്ങൾ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. ഹല്ലേലൂയ എളിയവനെ കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തുന്ന ദൈവം. ഞാൻ പഠിക്കുന്ന എന്റെ കോളേജിൽ മന്ത്രിമാരുടെ മക്കളും MLA-മാരുടെ മക്കളും പല രാഷ്ട്രീയ പ്രവർത്തകരുടെ സ്പോക്സ് പേഴ്സന്റെ ഒക്കെ മക്കളും പണ്ട് കാലത്തെ രാജാക്കന്മാരുടെ കൊച്ചുമക്കളൊക്കെ പഠിക്കുന്ന കോളേജാണ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു കോളേജിൽ ലോകപരമായ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ക്ലാസ്സോ സ്റ്റാൻഡേർഡോ ഒന്നുമില്ലാത്തൊരു കുടുംബത്തിൽ നിന്ന് ഹല്ലേലൂയ ഏകയുള്ള ഒരു സ്റ്റാൻഡേർഡ്, ഏകയുള്ള ഒരു ക്വാളിഫിക്കേഷൻ, ജീവനുള്ള ദൈവത്തെ ആരാധിക്കുകയും ആ ദൈവത്തെ ശുശ്രൂഷിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരു ദാസന്റെ മകൻ എന്ന ഒരു ക്വാളിഫിക്കേഷൻ മാത്രം. അത് മാത്രമല്ല ആ ഹല്ലേലൂയ ആ ദൈവത്തെ കുറിച്ച്
ശുശ്രൂഷിക്കുന്ന ഒരാളും എന്നൊരു ക്വാളിഫിക്കേഷൻ കൊണ്ട് മാത്രം. ഹല്ലേലൂയ. അതല്ലാതെ മറ്റ് യാതൊരു ക്വാളിഫിക്കേഷനും ഇല്ല. ഹല്ലേലൂയ. ഇപ്രകാരം ഒരു വാക്യമുണ്ട്, യെശയ്യാ പ്രവചനം 59 അധ്യായം 21 വാക്യത്തിൽ. ഹല്ലേലൂയ. ഒരു ഉടമ്പടി ദൈവം ചെയ്യുകയാണ്. ഹല്ലേലൂയ. നിന്റെ മേലുള്ള എന്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എന്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടു പോകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഈ ഒരു വചനവും ഈ വചനപ്രകാരമാണ്, ഇതിലാണ് ഞാൻ അധികമായി വിശ്വസിക്കുന്നത്. കാരണം എന്റെ പപ്പയോട് ദൈവം ജയിലിൽ കിടക്കുന്ന സമയത്ത് ദൈവം പപ്പയോട് അതിനുശേഷവും പലവട്ടമായി സംസാരിച്ച ഒരു വചനമാണ്. ഹല്ലേലൂയ. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ആകെയുള്ള ഒരു ക്വാളിഫിക്കേഷൻ. പിന്നെയുള്ള ഞങ്ങളുടെ ക്ലാസ് ആണ് ഹല്ലേലൂയ ഒരു ജയിലിൽ കിടന്ന ഒരാള്, അങ്ങനെ ഒരാളുടെ മകൻ, ഹല്ലേലൂയ, ഒരു മീൻകാരന്റെ മകളുടെ മകൻ. ഇതൊക്കെയാണ് ഞങ്ങൾക്ക് പറയാനുള്ള ക്വാളിഫിക്കേഷൻ. അവര് MLA യുടെ മകൻ, ഡോക്ടറിന്റെ മകൻ, അഡ്വക്കേറ്റിന്റെ മകൾ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പറയാൻ ഇതൊക്കെയാണ് ലോകപരമായി ഉള്ളത്. ഹല്ലേലൂയ. അങ്ങനെയുള്ള സ്ഥലത്തും ദൈവം ഹല്ലേലൂയ ഏറ്റവും ടോപ്പായി പഠിക്കുവാൻ, ഏറ്റവും ടോപ്പായി ഹല്ലേലൂയ ഇന്ന് ഹല്ലേലൂയ അവിടെ കാര്യങ്ങൾ ചെയ്യുവാനും പല കാര്യങ്ങൾക്ക് നേതൃത്വം വഹിക്കാനും ഒക്കെ ദൈവം ഹല്ലേലൂയ സഹായിച്ചു. അതാണ് എളിയവനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തുന്ന ഒരു ദൈവം. അത് അക്ഷരാർത്ഥത്തിൽ എന്റെ ജീവിതത്തെ അനുഭവിക്കുവാൻ ഇന്ന് നിങ്ങളോട് സാക്ഷ്യപ്പെടുത്തുവാനും ദൈവം എന്നെ ഹല്ലേലൂയ സഹായിക്കുന്നു. ഞാൻ ഇവിടെ പഠിക്കുന്നത് ഒരു ഫുൾ സ്കോളർഷിപ്പിലൂടെയാണ് ഞാൻ പഠിക്കുന്നത്. ആ കോളേജിൽ ഫുൾ സ്കോളർഷിപ്പിലൂടെ പഠിക്കുന്നത് ഞാൻ ഒരാളെ ഉള്ളൂ. അതില് സ്കോളർഷിപ്പ് എന്ന് പറയുമ്പോൾ എന്റെ ട്യൂഷൻ ഫീ, എന്റെ ഹോസ്റ്റൽ, എന്റെ പേഴ്സണൽ എക്സ്പെൻസ്. എങ്ങനെയാ കോളേജിൽ അഡ്മിഷൻ കിട്ടിയെന്നും ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട്. അതെ, ഞാൻ പറയാം. അപ്പൊ എന്റെ എല്ലാ എക്സ്പെൻസുകളും ഒരു മാതാവും പിതാവും തന്നെ അവരുടെ മക്കളെ എങ്ങനെ പഠിപ്പിക്കുന്നു, എത്രത്തോളം ചെലവഴിക്കുന്നു, ആ ചെലവുകളെല്ലാം എനിക്ക് വേണ്ടി വാഹനി സ്കോളർഷിപ്പ് ട്രസ്റ്റ് എന്ന് പറഞ്ഞ ഇംഗ്ലണ്ട് ബേസ് ആയിട്ട് ഡൽഹി പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് അവര് പഠിപ്പിക്കുന്നത്. എന്റെ ബാച്ചില് 30 പേരെ സെലക്ട് ചെയ്യുമായിരുന്നു. ഇപ്പോൾ അത് 60 പേരിലേക്ക് ആയി. അപ്പോൾ അങ്ങനെ സ്കോളർഷിപ്പ് എനിക്ക് ലഭിച്ചു. അത് ഈ 2019 കാലഘട്ടത്തിൽ പപ്പയ്ക്ക് സ്ട്രോക്ക് വന്നു. അതിനുശേഷം പപ്പയ്ക്ക് പനി വന്നു. 1 വർഷത്തോളം പപ്പ ഞങ്ങള് പലവിധമായ ആശുപത്രികൾ കയറി ഇറങ്ങി. 1.5 വർഷത്തോളം അതിൽ വളരെ ഭാരപ്പെട്ടു. എന്ത് ചെയ്യും? ഒരു മരണം പാശങ്ങൾ തേടി വന്നു. അതിൽ എന്നെ വിഴുങ്ങി എന്ന് പറയുന്നത് പോലെ അല്ല, ഞങ്ങൾക്ക് പിതാവ് നഷ്ടമായി എന്ന രീതി വരെ അല്ലെ. പപ്പയുടെ പ്രാണൻ പപ്പയെന്ന് വിട്ടുപോയി പപ്പയ്ക്ക് മനസ്സിലായി. അവിടുന്ന് പിന്നെയും ദൈവം കരുണ പോലെ ഹല്ലേലൂയ എസ്തേക്കിയാവിനൊക്കെ ആയുസ് നീട്ടി കൊടുത്തതുപോലെ ഹല്ലേലൂയ പപ്പയ്ക്കും ദൈവം ഇപ്പോൾ ആയുസ് നീട്ടി കൊടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. കാരണം എന്തൊക്കെയോ ഇനിയും ചെയ്യുവാനുണ്ട്. ഹല്ലേലൂയ. എവിടെയൊക്കെയോ ഇനിയും ക്രമീകരിക്കുക, ഇനിയും അനേക സ്ഥലങ്ങളിൽ ഓടി എത്തുവാൻ ഇനിയും ബാക്കിയുണ്ട്. വാഗ്ദത്തങ്ങൾ ഇനിയും അനേകം ഹല്ലേലൂയ പൂർത്തീകരണമാകുവാൻ ഇനിയും സമയമുണ്ട്. ഹല്ലേലൂയ. ഞാൻ പെട്ടെന്ന് പോകട്ടെ. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഇനി എങ്ങനെ പഠിക്കും, എഞ്ചിനീയറിംഗിന് എങ്ങനെ പോകും എന്ന് ഒരു പ്രതീക്ഷയുമില്ല. കാരണം അത് എഞ്ചിനീയറിംഗ് പഠിപ്പിക്കാനുള്ള ചെലവും കാശുകൾക്കൊന്നുള്ള വഴികളില്ല. കാരണം ചേച്ചിന്റെ ബാച്ചിലേഴ്സിന്റെ ലോൺ എടുത്ത് നല്ലൊരു ബാധ്യതയുണ്ട്. അപ്പൊ എന്തെങ്കിലും ചെറിയ കോഴ്സ് പഠിച്ച് ഏതെങ്കിലും ലോക്കൽ കോളേജിൽ പഠിച്ചു പോകാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നത്. എഞ്ചിനീയറിംഗിന് പഠിപ്പിക്കുവാൻ വേണ്ടി ഇനി സ്പോൺസേഴ്സ് എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ ഈ സ്കോളർഷിപ്പിന്റെ മുമ്പിലോട്ട് കടന്നു വന്നു. ഞാൻ നെക്കിയപ്പോൾ ആപ്ലിക്കേഷൻ തുറന്നില്ല. ഞാൻ അവരെ വിളിച്ചു ചോദിച്ചു, ഇങ്ങനെയൊക്കെയാണ് എന്റെ അവസ്ഥകൾ. അവർ പറഞ്ഞു സെപ്റ്റംബറിൽ ആപ്ലിക്കേഷൻ തുറന്ന് ആപ്ലിക്കേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ ആപ്ലിക്കേഷൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ പിന്നെ എന്റെ മാർക്ക് കുറവാണ്. 10ാം ക്ലാസ്സിൽ വീട്ടിലെ ഈ പപ്പയുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വല്ലാതെ എന്റെ പരീക്ഷകളിൽ ബാധിച്ചു. അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോ എന്റെ മാർക്ക് കുറച്ച് കുറഞ്ഞു. അപ്പൊ അതാണ് എനിക്ക് നല്ലൊരു കോളേജ് അഡ്മിഷൻ കിട്ടുമെന്നോ, അല്ലെങ്കിൽ എന്താണ് 85% ഇവരുടെ മിനിമം ക്രൈറ്റീരിയ ഫോർ 10th സ്റ്റാൻഡേർഡ്. എനിക്ക് കിട്ടിയത് ആകെ 86.8, 1.8% എനിക്ക് കൂടുതലുള്ളൂ. എത്രയോ പേര് 90, 99, 100 മേടിച്ചവരുണ്ട്. അവർക്കിടെ എനിക്കിത് കിട്ടത്തില്ല. ആകെ 30 പേരെ എടുക്കുന്ന സ്കോളർഷിപ്പിൽ എനിക്ക് എന്ത് യോഗ്യത, എന്നെ ആരെടുക്കാൻ എന്ന് വിചാരിച്ചിരുന്ന ഇടത്തിൽ ഹല്ലേലൂയ അവർ ഞാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഇടയ്ക്ക് വെച്ച് വിട്ടിട്ട് അവരെ നിങ്ങളുടെ കോൺടാക്ട് ചെയ്ത് അവരെ എന്നെ ഫില്ല് ചെയ്ത് ഈ ആപ്ലിക്കേഷൻ ഇന്റർവ്യൂസ് ഒക്കെ കഴിഞ്ഞു. അത്ഭുതകരം എന്ന് പറയട്ടെ 2021 ജനുവരി മാസത്തിൽ ഹല്ലേലൂയ ഇതിന്റെ റിസൾട്ട് വന്നപ്പോൾ ഹല്ലേലൂയ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. എനിക്ക് ഒരു പ്രതീക്ഷയുമില്ല ഈ സ്കോളർഷിപ്പ് കിട്ടുന്നു. ഒരു 1.8% കൂടുതൽ മാർക്ക് ഉള്ള ഒറ്റ ഹല്ലേലൂയ ആ ഒരു ക്രൈറ്റീരിയയിൽ തന്നെ പോകാനുള്ള ഇതേ ഉള്ളൂ. പക്ഷെ ദൈവം ഹല്ലേലൂയ അത്ഭുതകരമായ ഹല്ലേലൂയ ആ ആപ്ലിക്കേഷന്റെ മേൽ ദൈവത്തിന്റെ ഒരു അപ്രൂവൽ ആൻഡ് സീൽ, ഒരു റെഫറൽ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. ആ സ്കോളർഷിപ്പ് കിട്ടി. അത് കഴിഞ്ഞ് അടുത്ത അഡ്മിഷന് പങ്കെടുക്കണം. അവർ പറയുന്ന കോളേജുകളിലേക്ക് അഡ്മിഷൻ ആപ്ലിക്കേഷൻ അയക്കണം. പല കോളേജുകളിലേക്ക് അഡ്മിഷൻ കൊടുത്തു. പല കോളേജുകളിൽ അഡ്മിഷൻ ലഭിച്ചു. പക്ഷെ അതൊക്കെ അവർ പറഞ്ഞു സോറി, ഈ കോളേജ് പറ്റില്ല, ആ കോളേജ് പറ്റില്ല. എല്ലാം കഴിഞ്ഞു.
കോളേജുകളിൽ അഡ്മിഷനുകളെല്ലാം ക്ലോസ് ആയി. അപ്പൊ ഇനി ബാക്കി പ്രോസസ്സുകൾ നടക്കുകയാണ്. VIT എനിക്ക് അഡ്മിഷൻ പരീക്ഷ എഴുതി കിട്ടി. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച വെല്ലൂർ ക്യാമ്പസാണ്, എനിക്ക് വെല്ലൂർ കിട്ടിയില്ല. ചെന്നൈ കിട്ടുമായിരുന്നു, അത് അറിവില്ലാത്തത് കൊണ്ട് ആ ചെന്നൈ ക്യാമ്പസിന്റെ അവസരം നഷ്ടമായി പോയി. പിന്നെ അമരാവതി ക്യാമ്പസ്, അവര് പറഞ്ഞു അമരാവതി ക്യാമ്പസ് ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റത്തില്ല, കാരണം അത് ഞങ്ങൾക്ക് ടൈപ്പ് ഇല്ല, ഞങ്ങൾ വെല്ലൂർ ഓർ ചെന്നൈ മാത്രം പഠിപ്പിക്കും. പിന്നെ നിരാശയായി. അയ്യോ, ഇനി എന്റെ ഒരു വർഷം തന്നെ പോകും, കാരണം കോളേജിൽ അഡ്മിഷൻ എല്ലാം ക്ലോസ് ആയി, എന്ത് ചെയ്യുമെന്നറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോ പപ്പയോട് ദൈവം പറഞ്ഞു, ആ സംസാരിച്ചത് പപ്പ എന്നോട് അവരോട് പറയാൻ പറഞ്ഞു. ഞാൻ അവരെ അപ്പൊ തന്നെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്താലും ഹല്ലേലൂയ, എനിക്കിനി എന്റെ മുമ്പിൽ വേറൊരു വഴിയില്ല. നിങ്ങൾ ഇത് അനുവദിച്ചില്ലേ, കുഴപ്പമില്ല, എനിക്ക് എന്റെ പഠിത്തം മുടങ്ങും, ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ പഠിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് പൊക്കോളാം. പക്ഷെ ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല. എന്തെങ്കിലുമൊക്കെ ദൈവം, എന്തായാലും ഞാനൊരു ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്, എന്റെ ദൈവം എന്നെ നിന്ദിക്കാൻ അനുവദിക്കത്തില്ല, എന്റെ ദൈവം എന്നെ വഴി നടത്തും എന്ന് പറഞ്ഞു. ഇത് ദൈവം അനുവദിച്ചതാണെങ്കിൽ നിങ്ങൾ എത്ര ഇത് ചെയ്താൽ എനിക്കിത് ലഭിക്കും, ഇല്ല എങ്കിൽ എനിക്കിത് ലഭിക്കത്തില്ല എന്നിങ്ങനെ പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു. അല്ലെ, അവർ ഇംഗ്ലണ്ടിലാണ് ബോർഡ് മെമ്പേഴ്സ്. അവിടുത്തെ രാത്രി അവരെ വിളിച്ചെഴുന്നേപ്പിച്ച് അവിടെ അപ്പൊ തന്നെ ബോർഡ് മീറ്റിംഗ് കൂടി. അത്ഭുതം എന്ന് പറയട്ടെ, സത്യം പറഞ്ഞ ഒരു സ്റ്റുഡന്റിന് വേണ്ടി അവരങ്ങനെ ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. പക്ഷേ ഹല്ലേലൂയ, രാജാവിന്റെ ഉറക്കത്തെ കെടുത്തിയ ദൈവം, ഹല്ലേലൂയ ഹല്ലേലൂയ, വേണ്ടി ഇസ്രായേൽ ജനത്തിന്റെ മൊർദെഖായി ചെയ്ത ആ കാര്യങ്ങൾ രാജാവ് അറിയുന്നില്ല. രാജാവിന്റെ ഉറക്കം നഷ്ടമായി. രാജാവ് ഇങ്ങനെ നടക്കുകയാണ്, എന്ത് ചെയ്യും? അപ്പോഴാണ് ആ പുസ്തകങ്ങൾ എടുത്ത് വായിക്കുന്നത്. അപ്പോഴാണ് കാണുന്നത് ഹല്ലേലൂയ, ഒരു ദൈവത്തിന്റെ ഒരു ദാസനെ മാനിച്ചിട്ടില്ല. ഹല്ലേലൂയ, ദൈവത്തിന് വേണ്ടി നിലനിൽക്കുകയാണെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിലനിൽക്കുന്നവരാണ്. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ പല നിന്ദകളും പല വഴികൾ അടയുകയും ദൈവനാമത്തിന്റെ പേരും പറഞ്ഞാൽ നിങ്ങൾക്ക് പല നഷ്ടം വന്നാലും പേടിക്കേണ്ട, അല്ലെങ്കിൽ ദുഃഖിക്കേണ്ട. അതിനെല്ലാം പ്രതിഫലം നൽകുന്ന ഒരു ദൈവമുണ്ട്. പ്രതിഫലം തന്നിടുവാൻ നമ്മുടെ ദൈവം അത് വിശ്വസ്തനാണ്. ദൈവം നൽകും, ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ നന്മകൾ നാം അനുഭവിക്കും. ഹല്ലേലൂയ. അത് അങ്ങനെ അവർ ബോർഡ് മീറ്റിംഗ് കൂടി അവർ പറഞ്ഞു, ശരി, ഈ ഒരു സ്റ്റുഡന്റിനെ മാത്രം അവിടെ ഞങ്ങൾ പഠിപ്പിക്കാം. അത്ഭുതമായി ഇത്. അപ്പോൾ ഈ ബോർഡ് മീറ്റിംഗ് കൂടി അവർ ഈ റിസൾട്ട് എന്റെ അടുത്ത് പറയുമ്പോൾ എന്റെ കോളേജിലെ സമയം തീരാറായി. 5:30 എനിക്ക് തോന്നുന്നു ജൂൺ മാസം 28 എങ്ങാണ്ടാണ് ഈ നടക്കുന്നത്. അത് 5:30 വിൻഡോ ക്ലോസ് ആയാൽ പിന്നെ എനിക്ക് അഡ്മിഷൻ പോയി. 5 മണി എങ്ങാണ്ടായപ്പോൾ അവരെന്നെ വിളിച്ചു, ഓക്കെ പ്രൈസ്, വി വിൽ പ്രൊസീഡ്. പക്ഷെ അന്നേപ്പം പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യമില്ല. നെറ്റുള്ളിടത്ത് പോകണമെങ്കിൽ 10-15 കിലോമീറ്റർ യാത്ര ചെയ്ത് പോകണം. ഒരു കാരണവശാലത്തില്ല. പിന്നെയും ധർമ്മസങ്കടമായി, കർത്താവെ പിന്നെയും പരിശോധനയോ. വീടിന്റെ വാതിക്കൽ നിന്ന് ആ ഒരു ചെറിയ മലപ്പൊക്കത്ത് നിന്നുകൊണ്ട് ഞാൻ ട്രൈ ചെയ്തു, കിട്ടുമോ, കിട്ടിയാൽ കിട്ടട്ടെ, ട്രൈ ചെയ്തു. അവിടെ വെച്ചാണ് അതാണ് ഞാൻ ആദ്യത്തെ പറഞ്ഞ, ഏതോ തരംഗങ്ങൾ വഴിതെറ്റി വന്നു. ഹല്ലേലൂയ, വഴിതെറ്റി ദൈവം അയച്ചു ആ നെറ്റ്വർക്കിൽ. ഹല്ലേലൂയ. അതിനുശേഷം അവിടെ നെറ്റ് കിട്ടിയിട്ടില്ല, പിന്നീടും അതിന് മുമ്പും കിട്ടിയിട്ടില്ല. അവിടെ നിന്ന് ഹല്ലേലൂയ ദൈവം സെലക്ട് ചെയ്തു. 5:30 വിൻഡോ ക്ലോസ്. ഒരാഴ്ച കഴിഞ്ഞപ്പോ വന്നു, പ്ലീസ് കൺഗ്രാറ്റുലേഷൻസ് ഫ്രം VIT, യുവർ അഡ്മിഷൻ ഈസ് ഡൺ. സ്കോളർഷിപ്പോടെ പഠിക്കുവാൻ ഈ 4 വർഷം സ്കോളർഷിപ്പോടെ മറ്റാർക്കും ആ കോളേജിൽ ലഭിക്കാത്ത ഒരു അവസരമാണ്. ഫുൾ സ്കോളർഷിപ്പോടെ ഒരു ചെലവുമില്ലാതെ പഠിച്ച് ഹല്ലേലൂയ. ഇതാ പഠനം തീരുന്നു. ഓൾമോസ്റ്റ് ഇനി 6 മാസം കൂടി ഉണ്ട്. അത് ഇന്റേൺഷിപ്പാണ്. അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ജോലിയോടെ, ഒന്നല്ല 4-5 ജോലി. അതിൽ ദൈവനോട് പറഞ്ഞു ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തു. അങ്ങനെ ഒരു ഓപ്ഷനോടെ ഈ ജോലിയുടെ കാര്യം പറയുമ്പോൾ ഇവിടെയും വളരെ ഭാരപ്പെട്ടു. ഇത്രയൊക്കെ നന്മകൾ ദൈവം ചെയ്തിട്ടും പിന്നെയും ഇസ്രായേൽ മക്കൾ ദൈവത്തെ പിന്നെയും പിറുപിറുത്തതുപോലെ ഞാൻ എന്റെ ജീവിതത്തിൽ പലവട്ടം പിറുപിറുക്കുകയും പിന്നെയും ദൈവത്തോട് ചോദ്യങ്ങളായി ചെല്ലുകയും ചെയ്തു. എന്റെ ജോലിയുടെ കാര്യത്തിൽ വളരെ വളരെ ഭാരപ്പെട്ടു. കാരണം ഞാൻ കോളേജില് ഇങ്ങനെ സുവിശേഷം അറിയിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ എല്ലാവർക്കും അറിയാം പപ്പ പാസ്റ്ററാണ്, ഇങ്ങനെ സുവിശേഷ പ്രവർത്തകരാണ്. അപ്പൊ നമ്മളെ വിളിക്കുന്ന റൈസ് ബാഗ് കൺവേർട്ട് എന്നാണ് അവർ കളിയാക്കി വിളിക്കുന്നത്. അരിക്ക് വേണ്ടി മതം മാറിയവരെന്നാണ് നമ്മളെ കളിയാക്കി മറ്റുള്ളവർക്ക്. കേരളം വിട്ടു കഴിഞ്ഞാൽ മറ്റെല്ലായിടത്തും ക്രിസ്ത്യാനികൾ അറിയപ്പെടുന്നതും അരിക്ക് വേണ്ടി മതം മാറിയവർ എന്നാണ്. അപ്പൊ റൈസ് ബാഗ് കൺവേർട്സ് ആണ് എന്ന് കളിയാക്കുക മുമ്പ് വെച്ച് ജോലിയില്ലാതെ പുറത്തിറങ്ങി. ക്ലാസ്സിൽ പല സബ്ജക്റ്റുകളിലൊക്കെ ടോപ്പാണ്, പല നല്ല ഹൈ മാർക്കുകളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ജോലിയില്ലാതെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നാണക്കേട്. ഞാൻ വളരെ വളരെ സങ്കടപ്പെട്ടു, വളരെ ഭാരപ്പെട്ടു. പല കമ്പനികളും അവസാന റൗണ്ടിൽ വന്നിട്ട് അവർ പറയാ, സോറി, നീ AP ക്യാമ്പസിലായതുകൊണ്ട് ഞങ്ങൾക്ക് നിന്നെ എടുക്കാൻ പറ്റത്തില്ല,
അല്ലെങ്കിൽ നിനക്ക് 1 പോയിന്റ് CGPA കുറവാണ്, അതുകൊണ്ട് എടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവസാനത്തെ HR റൗണ്ടുകൾ 4 പരീക്ഷ എഴുതി 4-5 റൗണ്ട് കഴിഞ്ഞിട്ടാണ് അവർ ഇതൊക്കെ പറയുന്നത്. അങ്ങനെയൊക്കെ ഭാരപ്പെട്ടിരിക്കുന്ന സമയത്ത് ഹല്ലേലൂയ ദൈവം അത്ഭുതകരമായി വഴിയൊരുക്കി. ഒക്ടോബർ മാസം 1-ാം തീയതി പപ്പനോട് പറഞ്ഞു, മോനെ ഈ മാസം അവസാനം നിനക്കുള്ള ഓഫർ ലെറ്റർ വരുമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പിന്നെയും പ്രതീക്ഷയായി, ഓക്കെ നല്ലൊരു ജോലി എനിക്ക് കിട്ടും. ഞാൻ അവസാനം ഒക്ടോബർ 31-ാം തീയതി ഞാൻ പപ്പനെ ഞാൻ പപ്പയോട് പറഞ്ഞു, പപ്പ ഒക്ടോബർ 31 ഒക്ടോബർ 32 ഇല്ലട്ടോ, ഓഫർ ലെറ്റർ ഒന്നും വന്നില്ല ഇതുവരെ. പപ്പ പറഞ്ഞു, മോനെ നീ അവിടെ വെയിറ്റ് ചെയ്യ്, നീ എന്നെ കളിയാക്കിയതും കുഴപ്പമില്ല, ഞാൻ വിശ്വസിച്ചിരിക്കുന്ന ദൈവം വേറെ ഒരാളാണ് എന്ന് പറഞ്ഞു. ഒക്ടോബർ 31-ാം തീയതി വൈകുന്നേരം ആയപ്പോൾ അമേരിക്കയിൽ നിന്ന് എനിക്കൊരു ആദ്യമായി എന്റെ ജീവിതത്തിൽ ആദ്യമായി ക്ഷണിച്ച് ഒരു ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി ക്ഷണിച്ച ഒരു മീറ്റിംഗിൽ എന്നെ ക്ഷണിച്ച് ഒരു വിളി വന്നു. ഒരു പോസ്റ്റർ അയച്ചിട്ട് പറഞ്ഞു, മോൻ ശുശ്രൂഷിക്കണം, മോൻ സാക്ഷ്യം പറയണം, വചനം ശുശ്രൂഷിക്കണം എന്ന് പറഞ്ഞു വന്നു. അപ്പൊ പപ്പനോട് പറഞ്ഞു, മോനെ ഇതാണ് ഞാൻ പറഞ്ഞ ഓഫർ ലെറ്റർ. ഹല്ലേലൂയ. വചനം ഇപ്രകാരം പറയുന്നു, ദൈവത്തിന്റെയും മനുഷ്യന്റെയും ചിന്തകളും പദ്ധതികളും പ്ലാനുകളും നിരൂപണങ്ങളും അത് ആകാശം ഭൂമിക്ക് മേലെ ഉയർന്നിരിക്കുന്ന പോലെ. ഞാൻ ജോലിയെ കുറിച്ച് ചിന്തിച്ചു, പക്ഷെ ഹല്ലേലൂയ ദൈവത്തിന്റെ പദ്ധതി, ദൈവം ഹല്ലേലൂയ എന്നോട് പറഞ്ഞു, ഹല്ലേലൂയ മോനെ നിന്റെ ഓഫർ ലെറ്റർ ലോകത്തിലൊരു കമ്പനി തരുന്ന ഒരു CEO ഒപ്പിട്ട് തരുന്നതല്ല, ആ CEOകളുടെ CEO ആയ ഞാൻ എന്റെ കമ്പനി അല്ലെങ്കിൽ എന്റെ വേലയ്ക്ക് വേണ്ടി നിന്നെ അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. നിനക്കുള്ള ഓഫർ ലെറ്റർ ഇതാ മോനെ. ഹല്ലേലൂയ. അതിനുശേഷം അനവധി അവസരം ഇതാ ഇന്നും വീണ്ടും ഒരു അവസരം കൂടി ദൈവം എനിക്ക് നൽകി. ഹല്ലേലൂയ. അപ്പൊ ഈ ഹല്ലേലൂയ പഠനത്തോടൊപ്പം തന്നെ ശുശ്രൂഷയിലും ഹല്ലേലൂയ നിൽക്കുവാൻ ചെയ്യുവാൻ ദൈവം അനുവദിച്ചു. ഈ കോളേജിൽ ഒരു ക്രിസ്തീയ ഇവന്റ് പോലും ഞങ്ങളുടെ VIT കോളേജിൽ ഈ ക്യാമ്പസിൽ നടന്നിട്ടില്ല. ഒരു പ്രാർത്ഥന കൂട്ടായ്മകളും ഇല്ല, അടുത്ത് ഇംഗ്ലീഷ് ചർച്ചോ മറ്റൊന്നുമില്ല. ഞാൻ തെലുങ്ക് ചർച്ചയാണ് പോകുന്നത്, ഒരു എത്തുംപിടിയും കിട്ടത്തില്ല. കുർബാന കാണുന്ന കണക്ക് ഞാൻ ഞായറാഴ്ച ചെല്ലും, അവര് തെലുങ്കിൽ എന്തൊക്കെയോ പാടും, എന്തൊക്കെയോ പറയും, എന്തൊക്കെയോ ബൈബിൾ ശുശ്രൂഷിക്കും. എന്നിട്ട് ഞാൻ അത് കണ്ടിട്ട് ആരാധന കണ്ടിട്ട് ഞാൻ തിരിച്ചു പോരും. 2 വർഷത്തോളം അങ്ങനെ പോയി. പക്ഷെ ഹല്ലേലൂയ ഇത് മറ്റൊരു സാക്ഷ്യമാണ്, ഭാഷാവരം. എന്റെ നാവിന്റെ കെട്ടഴിച്ചതിന് ശേഷം ദൈവം എനിക്ക് ആദ്യമായി നൽകി തന്ന കൃപാവരം ഭാഷാവരമായിരുന്നു. ഹല്ലേലൂയ. എന്റെ പിതാവ് ജയിലിൽ കിടന്നപ്പോ പിതാവിനോട് ഇങ്ങനെ ദൈവം അന്ന് പറഞ്ഞു, ഉറക്കെ സ്തുതിക്കുക, ഇത് ഭാഷാവരമാകുന്നു. ഹല്ലേലൂയ. അതേ ദൈവം എന്നോട് പറഞ്ഞില്ലെങ്കിലും ഹല്ലേലൂയ ദൈവം എന്റെ മേലെ അഭിഷേകം ദൈവം ഇട്ടു. ഹല്ലേലൂയ. ആ കൃപ എനിക്ക് നൽകി. ഏതൊരു ഭാഷയും നിഷ്പ്രയാസമായി പഠിക്കുവാൻ, അത് നന്നായി എഴുതുവാനും വായിക്കുവാനും സംസാരിക്കാനും അതിൽ പ്രസംഗിക്കുവാനും തക്കവണ്ണം ദൈവം ഒരു കൃപ. ഞാൻ മലയാളം അക്ഷരം എനിക്ക് ഇന്നും ഇത് നിങ്ങൾക്ക് എത്രത്തോളം വിശ്വാസമാകുമെന്ന് എനിക്ക് അറിയത്തില്ല, കാരണം വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഹല്ലേലൂയ. മനുഷ്യരാൽ ഇത് അസാധ്യം, എന്നാൽ ദൈവത്താൽ സകലവും സാധ്യമെന്ന് പറയുന്നത് പോലെ ഇത് ദൃഷ്ടിയിൽ നോക്കുമ്പോൾ അസാധ്യമാണ്, ഇത് വെറുതെ തള്ളുന്നതാണെന്നൊക്കെ ഇപ്പോഴത്തെ ഭാഷയിൽ പറയും. പക്ഷെ ഞാൻ വാസ്തവമായി പറയട്ടെ, ഇന്നും എനിക്ക് മലയാളം അക്ഷരങ്ങൾ നിങ്ങൾ കാണിച്ചാൽ ഏത് അക്ഷരമെന്ന് എനിക്ക് അല്പം അക്ഷരം ആ എന്നൊക്കെ ചില അക്ഷരങ്ങളല്ലാതെ എല്ലാ അക്ഷരമൊന്നും എനിക്ക് ഇന്നും അറിയത്തില്ല, എഴുതാൻ എനിക്ക് അറിയത്തില്ല, മറ്റൊരു മലയാളം വായിക്കാൻ എനിക്കറിയില്ല, ബൈബിൾ മാത്രം. ബൈബിളിനോടൊപ്പം ഇപ്പൊ പ്രിന്റഡ് മലയാളവും അത്യാവശ്യം വിക്കി വായിക്കും, പക്ഷെ സ്ഫുടമായി ഒരു തെറ്റുമില്ലാതെ ബൈബിൾ മാത്രം വായിക്കുവാൻ ഹല്ലേലൂയ ഒരു കുടുംബ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹല്ലേലൂയ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വായിക്കുമ്പോൾ പെട്ടെന്ന് പറഞ്ഞു, പപ്പ ഇന്ന് ഞാൻ ബൈബിൾ വായിക്കാം. സങ്കീർത്തനം അന്ന് അറിയാവുന്ന സങ്കീർത്തനം 23 സങ്കീർത്തനം അങ്ങനെ സങ്കീർത്തനമാണ് വായിച്ചത്, എനിക്ക് അറിയാവുന്ന സങ്കീർത്തനം. അപ്പൊ ആ ഓർമ്മയിൽ നിന്ന് ഞാൻ ബൈബിൾ തുറന്ന് ഇങ്ങനെ വായിക്കുകയാണ്. ഹല്ലേലൂയ. വായിച്ചു വന്നപ്പോൾ ഹല്ലേലൂയ അതിനുശേഷം പിന്നെ അതാണ് ആ ഒരു കുടുംബ പ്രാർത്ഥനയിലെ പ്രാർത്ഥനയാണ് എനിക്ക് ആ ഭാഷാവരം ലഭിച്ചത്. അതിനുശേഷം ഹല്ലേലൂയ മലയാളം ഇന്നും എഴുതാനോ കൃത്യമായി വായിക്കാനോ അറിയില്ല, കൂട്ടി എഴുത്തൊന്നും അറിയില്ല, പ്രിന്റഡ് വ്യത്യസ്തമായി എഴുതിയ ബൈബിൾ മലയാളം മാത്രം വായിക്കും ഞാൻ. ഹല്ലേലൂയ. അങ്ങനെ ഒരു കൃപ ദൈവം നൽകി. അതിനുശേഷം കന്നഡ നന്നായി പഠിച്ചു. ഹിന്ദി, ഞാനൊരു ഹിന്ദി സംസാരിക്കുന്ന നാട്ടിൽ പോയിട്ടില്ല, പക്ഷെ ഹിന്ദി അവിടെ ഉള്ളവരെ പോലെ നേറ്റീവായിട്ട് സംസാരിക്കുവാൻ ദൈവം നൽകുന്നത്. ഇംഗ്ലീഷ് ഭാഷ പിതാവിനും മാതാവിനും ഇംഗ്ലീഷ് അറിയില്ല. ഞങ്ങൾ ഇംഗ്ലീഷ് സ്കൂളിലാണ് പഠിച്ചെങ്കിൽ സ്കൂളിൽ ഇംഗ്ലീഷ് ഒന്നും വലിയ കാര്യമായിട്ടില്ലായിരുന്നു. അവിടെയും ഇംഗ്ലീഷ് സ്ഫുടമായി സംസാരിക്കുവാനും ചെയ്യുവാനും ദൈവം സഹായിച്ചു. തമിഴ് അതോടൊപ്പം തന്നെ കൊങ്കണി ഗോവയിലെ ഭാഷയാണ്. അതോടൊപ്പം തന്നെ തെലുങ്ക് ചെന്ന 1.5 വർഷത്തിനുള്ളിൽ തെലുങ്ക് പഠിക്കുവാനും ഇപ്പോൾ ഞാൻ അവിടെ തെലുങ്കിൽ അത്യാവശ്യം ശുശ്രൂഷിക്കുമെന്ന് പറയാൻ പറ്റില്ല, എന്നാലും തെറ്റില്ലാതെ അത്യാവശ്യം വന്ദനം ചെയ്യുവാനും പ്രാർത്ഥിക്കാനും ഒക്കെ ദൈവം സഹായിച്ചു. അങ്ങനെ ഒരു ഭാഷാ വരവും കൂടി, അതും ദൈവത്തിന്റെ ഒരു കൃപ. എനിക്ക് അന്ന് എന്റെ ചെറുപ്പത്തിലെ ദൈവം എനിക്ക് നൽകി തന്ന ഒരു കൃപയാണ്, ഒരു ഭാഷാ വരമാണ്. ഹല്ലേലൂയ. അവിടെ ചെല്ലുകയും ഞാൻ മടങ്ങി വരട്ടെ, ഈ കോളേജിൽ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ ഞങ്ങൾ പിള്ളേരെ മാത്രമായി ഓൾമോസ്റ്റ് ഒരു 150-200 പേര് ഉണ്ട്.
ആ ഗ്രൂപ്പില് ഒരു പ്രാർത്ഥന ഗ്രൂപ്പ് തുടങ്ങുകയും എല്ലാ ശനിയാഴ്ചയും രാത്രി 9 മുതൽ 10, 11 മണി വരെ ഞങ്ങൾ ഓരോ സുവിശേഷങ്ങളെ പറ്റിയും ഞങ്ങൾ യോഹന്നാൻ സുവിശേഷം തീർന്നു, ഇന്നലെ ഞങ്ങൾ അപ്പസ്തോല പ്രവൃത്തി തുടങ്ങി. അപ്പൊ ഇങ്ങനെ ബൈബിൾ സ്റ്റഡി നടത്തുവാനും അതിന് നേതൃത്വം കൊടുക്കുവാനും ആ കോളേജിൽ ഒരു ക്രിസ്തീയ പരിപാടികളും ഇല്ലാതിരുന്ന അവിടുത്തെ ഇങ്ങനൊരു പ്രാർത്ഥന കൂട്ടായ്മ തുടങ്ങുവാനും അവിടെ ക്യാൻറ്റീനിലൊക്കെ ഞങ്ങൾ കിട്ടുന്ന സമയത്ത് ഒന്നിച്ചു ചേർന്ന് കൈകോർത്ത് പ്രാർത്ഥിക്കുവാനും വളരെ മ്ലേച്ഛകരമായ യൗവന പ്രലോഭനങ്ങളിലാണ് അവിടെയുള്ളവർ ജീവിക്കുന്നത്, പിള്ളേർ വരുന്നവർ ജീവിക്കുന്നത്. അന്വേഷിക്കാനോ മറ്റൊന്നും ആരുമില്ല. ആ ഇടത്തും ഹല്ലേലൂയ ദൈവത്തിന് നിലനിൽക്കുന്ന ഒരു കൂട്ടർ, ഒരു ശേഷിപ്പ്. ഹല്ലേലൂയ. അങ്ങനെയാണ് ഏലിയാവ് ദൈവത്തോട് കരയുകയാണ്, ദൈവമേ ഹല്ലേലൂയ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പൊ ദൈവം പറയാണ്, ഏലിയാവെ മണ്ടത്തരം വിളിച്ച് പറയല്ലേ, നീ അറിയാത്ത ഹല്ലേലൂയ 7000 പേരെ ഹല്ലേലൂയ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടി. ഹല്ലേലൂയ ഐ ഹാവ് കെപ്റ്റ് ദം സീക്രട്ട്. ഹല്ലേലൂയ ഞാൻ ചെന്ന സമയത്ത് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ഞാൻ മാത്രമേ ഉള്ളൂ, എനിക്ക് ആരുമില്ല, ഇവിടുത്തെ ആരാധനയിലെ ഭാഷ എനിക്ക് മനസ്സിലാവുന്നില്ല, ഒരു പ്രാർത്ഥന കൂട്ടായ്മ എനിക്ക് മറ്റൊന്നുമില്ല, ഞാൻ എന്ത് ചെയ്യും? ദൈവം എന്നോട് പറഞ്ഞു, മോനെ നീ അറിയാത്തവർ അവിടെ ഉണ്ട്, നീ അന്വേഷിക്കുക. ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ഒരു ക്രിസ്മസ് സന്ദേശത്തിന് ഒരു പോസ്റ്റർ ഇട്ടതിലൂടെയാണ് ഈ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തത്. മറ്റൊന്നും ഞങ്ങള് അവിടെ പ്രാർത്ഥന ഒന്നും ചെയ്തില്ല. ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഒരു കൊച്ച് ഒരു ക്രിസ്മസ് ഗ്രീറ്റിംഗ്സ് ഇട്ടു, അത് കണ്ടു, ഞാൻ അവനെ മെസ്സേജ് അയച്ചു. അങ്ങനെ അവര് കണക്ട് ചെയ്തു അങ്ങനെ വലിയ ബ്രാഞ്ചായി 100, 150, 200 പേരധികം അടുത്ത് പിള്ളേർ മാത്രം വരുന്ന ഒരു കൂട്ടായ്മ അവിടെ തുടങ്ങുവാനും ഹല്ലേലൂയ സ്ഥിരമായി 30 മുതൽ 40 പേര് സ്ഥിരമായി പ്രാർത്ഥനയിൽ ഓൾമോസ്റ്റ് എല്ലാ ആഴ്ചകളും കൂടാറുണ്ട്. അങ്ങനെ ഒരു കൂട്ടായ്മയും തുടങ്ങുവാൻ ഈ ഡിസംബർ 18-ാം തീയതി ആദ്യമായി അവിടെ ക്രിസ്മസ്, നമ്മുടെ പെന്തക്കോസ്തുകാർ ക്രിസ്മസ് അങ്ങനെ ആഘോഷിക്കാറില്ല എങ്കിലും അത് അവിടെ മറ്റു പലരും അവർക്ക് ക്രിസ്മസ് ആണ് ഒരു ക്രിസ്തീയ ഇവന്റ് എന്ന് പറയുന്നത്. അങ്ങനെ ചെറിയൊരു ക്രിസ്മസ് പരിപാടി അവിടെ ക്രിസ്മസിന്റെ പേരിൽ ഹല്ലേലൂയ മനോഹരമായി ആരാധിക്കുവാൻ, അഭിഷേകത്തോടെ ഒരു ഹല്ലേലൂയ ലോകക്കാർക്ക് കാണുവാൻ വേണ്ടി ഒരു സാന്താക്ലോസിനൊക്കെ ഞങ്ങൾ അവിടെ കൊണ്ടുവച്ചു, ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ അവിടെ കൊണ്ടുവച്ചു. പക്ഷെ അതിനൊക്കെ സൈഡിൽ മാറ്റിയിട്ട് ഹല്ലേലൂയ അവിടെ ആരാധനയുടെ ശബ്ദം മുഴങ്ങുവാൻ ആ കോളേജ് 800 പേര് ഹല്ലേലൂയ ക്രൈസ്തവര് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള 100 പേരുണ്ട്, അതല്ലാതെ 700ഓളം അക്രൈസ്തവര് ഹല്ലേലൂയ അവിടെ വരുവാനും ഈ ആരാധനയിൽ പങ്കുചേരുവാനും ഹല്ലേലൂയ ദൈവം ഇടയാക്കി. ദൈവം അത്ഭുതകരമായി നടത്തുന്നു. ഇതെല്ലാം തുടങ്ങിയത് ഹല്ലേലൂയ എവിടെ നിന്ന് എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പുകഴുവാനൊന്നുമില്ല, അഹങ്കരിക്കുവാനൊന്നുമില്ല, നിഗളിക്കുവാനൊന്നുമില്ല. ദൈവത്തിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രം. ഒരു വിക്കനായിരുന്നേ എന്നെ ഹല്ലേലൂയ ദൈവം വിളിച്ചപ്പോൾ ഇത്രത്തോളം ദൈവം ഇതൊന്നൊന്നുമല്ല. ദൈവം ഇനിയും അനേകരെ നടത്തിയതൊക്കെ വെച്ച് നോക്കുന്നതൊന്നുമല്ല. പല റിവൈവുകളിലും സ്റ്റാർട്ട് ചെയ്ത് ചെറിയ ക്യാമ്പസ് ഗ്രൂപ്പുകളിൽ നിന്നാണ്, ചെറിയ പ്രയർ മീറ്റിങ്ങുകളിൽ നിന്നാണ്. അതുപോലെ ഒരു മീറ്റിംഗ് തുടങ്ങുക, ഒരു ഗ്രൂപ്പ് തുടങ്ങുവാനും ദൈവം സഹായിച്ചു. ഇതൊക്കെ ഒരു വിക്കനിൽ നിന്ന് ദൈവം ഹല്ലേലൂയ ഒരു വിക്കനെ ഉപയോഗിച്ചുവെങ്കിൽ നിങ്ങളെ ദൈവം എത്ര അധികമായി ഉപയോഗിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സമർപ്പിക്കുന്നുവെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ജീവിതം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്നുവെങ്കിൽ, ദൈവത്തിന് വേണ്ടി ഏൽപ്പിക്കുവാൻ, ദൈവമേ നീ എനിക്ക് ചെയ്ത നന്മകളെ ഞാൻ ഓർക്കും, ദൈവമേ നിനക്ക് വേണ്ടി ഞാൻ എന്റെ ജീവിതം വേർതിരിക്കാം, ദൈവമേ ഞാൻ എന്റെ ജീവിത അവസാനത്തോളം നിന്റെ സ്തുതിയെ പാടാം, കാരണം നീ എന്റെ രട്ടയച്ച് എന്നെ ആനന്ദം മുടിപ്പിക്കുകയും എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കിയും തീർത്തു. ദൈവമേ ഞാൻ നിനക്ക് എന്നേക്കും സ്തുതി പാടേണ്ടതിന് തന്നെ ഞാൻ ദൈവത്തിന് എന്നേക്കും സ്തുതി പാടും എന്നൊരു തീരുമാനം എടുക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ ഹല്ലേലൂയ ദൈവം നിങ്ങളെ അതിശക്തമായി, ദൈവം നിങ്ങളെ നിങ്ങൾ ചിന്തിക്കുന്നതും നനയ്ക്കുന്നതിലും അധികമായി ദൈവം നിങ്ങളെ ഉപയോഗിക്കും. അല്ല, ദൈവത്തിന് യാതൊരു മുഖപക്ഷവുമില്ല. ദൈവം അന്വേഷിക്കുകയാണ്. അല്ല, കൊയ്ത്തോ വളരെ, എന്നാൽ വേലക്കാരോ ചുരുക്കം. ദൈവം അന്വേഷിക്കുകയാണ്. ഇന്ന് നിങ്ങളുടെ ജീവിതം നിങ്ങൾ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്നുവെങ്കിൽ, ദൈവത്തിന് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, ഈ ദൈവത്തിന് വേണ്ടി ഹല്ലേലൂയ പ്രാണൻ നൽകിയ ആ ജീവനാഥന് വേണ്ടി പകരം എന്ത് നൽകുവാൻ കഴിയും? നമ്മുടെ ഈ കൊച്ചു ജീവിതം സമർപ്പിക്കുക, അതേ നമ്മുടെ കയ്യിലുള്ളൂ. ഹല്ലേലൂയ. ഇത് ദൈവം കോളേജിൽ തന്നെ നടത്തിയ കാര്യങ്ങളാണ്. എന്റെ കമ്പനിയുടെ കാര്യം ഞാൻ പറഞ്ഞു. ഇങ്ങനെ ജോലി ഇല്ലാതെ ഇങ്ങനെ കഷ്ടപ്പെട്ട സമയത്ത് പ്രാർത്ഥിച്ചു. ഡിസംബർ ആദ്യത്തെ ആഴ്ചയായപ്പോൾ എനിക്ക് മെയിൽ വന്നു, 4 കമ്പനികളിൽ ഒന്നിച്ച് മെയിൽ. ഒരു ജോലി പോലും കിട്ടാതെ ഭാരപ്പെട്ടിരുന്ന സമയത്ത് വന്നപ്പോൾ പല വഴിയായി വന്ന് എന്റെ ദൈവനോട് പറഞ്ഞു, മോനെ നിനക്ക് ഇഷ്ടമുള്ളത് നീ എടുത്തു,
പക്ഷെ ഞാൻ ഇതൊക്കെ പപ്പയോട് പറയുന്നതിന് മുമ്പ് പപ്പയുടെ മനസ്സിൽ ദൈവം ഒരു സ്വപ്നത്തിൽ ഇങ്ങനെ കോഗ്നിസെന്റ് എന്നൊരു കമ്പനി പപ്പയോട് ദൈവം സംസാരിച്ചു. പപ്പയ്ക്ക് ആ കമ്പനി ഒന്നും അറിയില്ല, ഞാൻ ഇന്ന് അപ്ലൈ ചെയ്ത കാര്യമൊന്നും പപ്പയ്ക്ക് അങ്ങനെ അധികം ഇതിനെപ്പറ്റി പിടുത്തയില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞു. അപ്പൊ ആ ഒരു ശബ്ദത്തെ അനുസരിച്ച് ഞാൻ കോഗ്നിസെന്റിന്റെ ഓഫർ സെലക്ട് ചെയ്തു. ഓഫർ ലെറ്റർ വന്നു, സൈൻ ചെയ്ത് അയച്ചു. ഇനി ജോയിനിങ് ലെറ്ററിന് വേണ്ടി കാത്തിരിക്കുന്നു. ദൈവം അനുവദിച്ചാൽ, കൃപയാൽ ദൈവം അനുവദിച്ചാൽ ഈ പുതുവർഷത്തിൽ ജനുവരി മാസം 2 or 3 ആഴ്ചയിൽ ഒരു ജോലിക്ക് കയറുവാൻ തക്കണം ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അതിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഒന്നുമില്ലാതെ നിന്നെടുത്തുന്നു. ഹല്ലേലൂയ. ഇത്രത്തോളം ഹല്ലേലൂയ. ഞാൻ എന്റെ സാക്ഷ്യം ആരംഭത്തിൽ തന്നെ പറഞ്ഞു, ഒന്നുമില്ല, ഈ പഠിത്തമൊന്നും നടക്കുമെന്നൊന്നും ഒരിക്കലും വിചാരിച്ചില്ല. ജീവിതം ഇത്രത്തോളം എത്തുമെന്ന് വിചാരിച്ചില്ല. ഇങ്ങനെ ഒരു കുടുംബം പോലും ദൈവം അന്ന് എന്റെ പിതാവിനെ അത്ഭുതകരമായ ഒരു പ്രത്യേക സ്പെഷ്യൽ ഓർഡർ, പ്രസിഡന്റിന്റെ സ്പെഷ്യൽ ഓർഡറിലൂടെ ജയിലിൽ നിന്ന് പുറത്തു വരുവാനുള്ള ഓർഡർ ഇറക്കിയില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കുടുംബം പോലും ഈ ലോകത്ത് ഉണ്ടാവത്തില്ലായിരുന്നു. ഹല്ലേലൂയ. ഈ വിവാഹത്തിന് വേണ്ടി മമ്മിയോട് പപ്പേനെ ദൈവം മമ്മീനെ ഒരു സ്വപ്നത്തിൽ ഇങ്ങനെ ഒരാളെ കുറിച്ച് കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ ഇദ്ദേഹത്തെ നീ കെട്ടണം, നീ വിവാഹം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ മമ്മിയുടെ വീട്ടുകാരൊക്കെ എതിർപ്പായിരുന്നു. അവരൊക്കെ കത്തോലിക്കാരായിരുന്നു. മമ്മി മാത്രമേ വിശ്വാസമുള്ളൂ. പപ്പേന്റെ കുടുംബത്തിൽ പപ്പ മാത്രമേ വിശ്വാസമുള്ളൂ. ഇന്ന് മമ്മിയുടെ കുടുംബത്തിലുള്ള എല്ലാവരും ക്രിസ്തുവിന്റെ മഹത്തരമായ വേലക്കാരായി ഇന്ത്യയുടെ പല ഭാഗത്തും, നോർത്ത് ഇന്ത്യയിലും കേരളത്തിലൊക്കെ പല ഭാഗത്തായി ശുശ്രൂഷയിലായിരിക്കുന്നു. മമ്മിയുടെ ഫാദറും ആലപ്പുഴയിൽ ഒരു സഭയുടെ ഇൻചാർജായി അവിടെ വേല ചെയ്തു പോയിരുന്നു. പപ്പയുടെ കുടുംബത്തിലും കുറച്ചുപേര്, 2-3 പേര് മാത്രം വിശ്വാസമുള്ളൂ. ഇനി ബാക്കിയുള്ളത് വരുവാനിരിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഹല്ലേലൂയ ദൈവം കൂട്ടി കൊണ്ടുവന്നു. ഹല്ലേലൂയ. ഒരു കുടുംബം ദൈവഭൂമി സ്ഥാപിച്ചു. ഹല്ലേലൂയ. ആ കുടുംബത്തിലെ ഒരു അല്പഭാഗം സാക്ഷികളാണ് ഇത്ര നേരം ആരും നിങ്ങളോട് പങ്കുവെച്ചത്. ഹല്ലേലൂയ. ദൈവം നടത്തുന്ന ദൈവം, സൗഖ്യമാക്കുന്ന ദൈവം, കരുതുന്ന ദൈവം, വിടുവിക്കുന്ന ദൈവം, അസാധ്യതകളെ മാറ്റി. ഒരു വഴിയുമില്ല, അല്ലെ എല്ലാം അസ്തമിച്ചു. മുൻപോട്ട് എങ്ങനെ ചെയ്യും, മുൻപോട്ട് എങ്ങനെ പോകും? ഹല്ലേലൂയ. ഇനി ഭാവി എന്താകും? ഹല്ലേലൂയ. എമ്മാവസിലേക്ക് പോകുന്ന ശിഷ്യന്മാർ അവർ പരസ്പരം സംസാരിക്കുകയാണ്. ഞങ്ങൾ രാജാവെന്ന് കരുതിയ ആളെ, ഞങ്ങളുടെ രക്ഷിതാവ് മെസ്സിഹ എന്ന് ഞങ്ങൾ കരുതിയ ആളെ അവർ ക്രൂശിച്ചു. ഇനി അവർ ഒരു പ്രതീക്ഷയില്ലാതെയാണ് അവർ പോകുന്നത്. പത്രോസും മറ്റു ശിഷ്യന്മാരും അവര് തിരിച്ചവരുടെ തൊഴിലിലേക്ക് മീൻ പിടിക്കുവാൻ വേണ്ടി പോവുകയാണ്. ഹല്ലേലൂയ. അവിടെയും ദൈവം അവരെ കൈവിട്ടില്ല. ദൈവം പിന്നെയും അവരുടെ അടുത്ത് ചെന്നാണ് പ്രതീക്ഷയറ്റവരുടെ. ഹല്ലേലൂയ. യഹോവയ്ക്ക് ഹല്ലേലൂയ തകർന്ന ഹൃദയം, ഹല്ലേലൂയ, അത് യഹോവയ്ക്ക് ഹല്ലേലൂയ വളരെ പ്രിയമാണ്. യഹോവ അങ്ങനെയുള്ളവരെ ആശ്വസിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ ആശ്വസിപ്പിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മനസ്സ് തകർന്നവരാണോ? നിങ്ങൾ ആശ്വാസമില്ലാതെ അലയുന്നവരാണോ? ഹല്ലേലൂയ. നിങ്ങൾ ജീവിതത്തിൽ ഒരു വഴി കാണാതെ ഹല്ലേലൂയ മൊത്തം ഇരുട്ടിലാണോ നിങ്ങളുടെ ഭാവി നിങ്ങൾ തോന്നുന്നത്? ഓർക്കുക, ദൈവത്തിങ്കിലേക്ക് നോക്കുക. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. ഹല്ലേലൂയ. സങ്കീർത്തനത്തിൽ നിങ്ങൾ അതിന്റെ ഇപ്രകാരം വായിക്കുന്നു, those who looked unto him their faces shone and none of them were ashamed. ഹല്ലേലൂയ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, ആരുടെയും മുഖം ലജ്ജിച്ചു പോയതും ഇല്ല. ഹല്ലേലൂയ. ദൈവത്തിങ്കിലേക്ക് നോക്കുന്നുവെങ്കിൽ, ഈ ക്രിസ്തുവിലേക്ക്, ഈ ദൈവത്തിങ്കിലേക്ക് നിങ്ങൾ നോക്കിയാൽ ഹല്ലേലൂയ നിങ്ങൾ ലജ്ജിക്കുവാൻ ഇടവരികയില്ല. വിശ്വാസത്തോടെ നടത്തുന്ന ഒരു ദൈവമുണ്ട് എന്ന്. ഹല്ലേലൂയ. ഇത് എന്റെ ഒരു സാക്ഷി. ഇതിനേക്കാളും ശക്തമായി ദൈവം നടത്തിയ അനവധി സാക്ഷികൾ ഈ ചാനലിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ദൈവം നടത്തുന്ന അത്ഭുതകരമായ വഴികൾ ഞാൻ ഒന്നുകൂടിയും പറയുകയാണ്. നടത്തിയ വഴികളെ ഓർക്കുമ്പോൾ നന്ദിയല്ലാതെ ഒന്നുമില്ലപ്പ ഈ നാവിൽ. ഹല്ലേലൂയ. ഒന്നുമില്ലായ്മയിലും നിന്ന് ഉയർത്തി ഇത്രത്തോളം എളിയവരെ പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തുന്ന ദൈവം. ഹല്ലേലൂയ. കുഴഞ്ഞ ചേറ്റിലായെന്ന് നമ്മളെ ഉയർത്തി ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തുക മാത്രമല്ല, നാവിൽ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ഒരു പുതിയൊരു പാട്ടും നമ്മുടെ നാവിൽ ദൈവം നൽകി തന്നു. ഹല്ലേലൂയ. ദൈവം നിങ്ങൾക്കും നൽകി തരും. നിങ്ങൾ ഏതൊരവസ്ഥയിലും ആയിരിക്കട്ടെ, കടഭാരമായിക്കോട്ടെ, രോഗത്താൽ ഭാരപ്പെടുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുന്നു, ഹല്ലേലൂയ, ഏതൊരു വിഷയമായാലും ഭാവി എന്താകും എന്ന് ഓർത്തിരിക്കുന്നു, ഹല്ലേലൂയ, ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. ദൈവത്തിൽ വിശ്വസിക്കുക. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാളും യഹോവയിൽ ആശ്രയിക്കുന്നത് നന്ന്. യഹോവയിൽ ആശ്രയിക്കുക. നമ്മുടെ ഏറ്റവും വലിയ റെക്കമെൻഡേഷൻ ദൈവമാണ്. നിരന്തരം യഹോവയോട് പിതാവായ ദൈവത്തോട് കർത്താവായ യേശു നമുക്ക് വാദിക്കുകയാണ്. ഹീസ് റെഫറിംഗ് us, ഹീസ് റെക്കമെൻഡിങ് us. ഹല്ലേലൂയ. എത്ര നല്ലൊരു ദൈവം, നല്ലൊരു അഡ്വക്കേറ്റ്, നല്ലൊരു കംഫർട്ടർ. ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുകയും നിങ്ങൾ ാകുകയും തീരും.
നിങ്ങൾ ദൈവത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ കൊടുക്കുമ്പോൾ ഹല്ലേലൂയ മറ്റു കാര്യങ്ങളെല്ലാം ദൈവം നോക്കിക്കോളും. ദൈവത്തിന്റെ ആ ബലമുള്ള ഭുജത്തിന് കീഴെ നാം താഴ്ന്ന് ഇരിക്കുമ്പോൾ, നമ്മൾ തന്നെ സമർപ്പിക്കുമ്പോൾ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ഹല്ലേലൂയ. ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം ഫലമായി ഹല്ലേലൂയ വീഞ്ഞും ധാന്യവും വർദ്ധിച്ചതിലും അധികം സന്തോഷം. ഹല്ലേലൂയ. ഇന്ന് എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന സന്തോഷത്തെ കുറിച്ചാണ് ഞങ്ങളോട് പറയുന്നത്. ഞങ്ങൾ കുടുംബമായി അനുഭവിക്കുന്ന സന്തോഷം. ഹല്ലേലൂയ. എല്ലാവരുമായി തള്ളപ്പെട്ട ശാപഗ്രസ്തമായിരുന്ന അവസ്ഥയിൽ നിന്ന് കിടന്ന എന്റെ പിതാവിനെ ദൈവം ഉയർത്തി. ഹല്ലേലൂയ. ആ സാക്ഷി നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ ഈ ചാനലിൽ കൂടെ തന്നെ കേൾക്കാം. ഹല്ലേലൂയ. അത് നിങ്ങൾക്ക് ഒരുപക്ഷെ പ്രചോദനമായി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെയൊക്കെ ഹല്ലേലൂയ ഇത്രത്തോളം ദൈവം കൊണ്ടെത്തിച്ചു. ഹല്ലേലൂയ. ഇത് ദൈവത്തിന്റെ കൃപയല്ലാതെ എന്താ പറയുക? ഹല്ലേലൂയ. ഇത് ഒരു മനുഷ്യരാലും സാധ്യമല്ല, പക്ഷെ ഇത് ദൈവത്താൽ മാത്രം സാധ്യം. നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലത്ത് അങ്ങനെ നെറ്റ്വർക്ക് കിട്ടുക, ഇങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് കർണാടകയിൽ ചെന്ന് ആ പേരിൽ ഒരു അഡ്മിഷൻ കിട്ടുക. ഹല്ലേലൂയ. അത്ഭുതകരമായ വഴികളെ ദൈവം അവസാന നിമിഷങ്ങളിൽ തുറക്കുക. ഇതൊക്കെ ദൈവത്താൽ മാത്രം സാധിക്കുന്ന കാര്യമാണ്. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങൾക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം കർത്താവേ. കർത്താവേ, ഈ ചാനലിലൂടെ ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങ് അത്ഭുതം ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ കർത്താവേ. ഹല്ലേലൂയ. അവരങ്ങയുടെ മുൻപിലിരിക്കുന്നുണ്ട് കർത്താവേ. അവരുടെ നിവേദനങ്ങൾ ഹല്ലേലൂയ, അവരുടെ കണ്ണുനീരുകൾ കർത്താവേ അങ്ങയുടെ തുരുത്തിയിൽ അങ്ങ് ശേഖരിക്കുന്നവനാണല്ലോ അപ്പാ. അതിന് തക്കതായ പ്രതിഫലം കൊടുത്ത് അവരങ്ങ് മാനിക്കുമാറാകണമേ കർത്താവേ. അവരുടെ അവസ്ഥകളിൽ നിന്ന് മാറ്റുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും കർത്താവേ അവരുടെ വിലാപങ്ങളെ നൃത്തമായി മാറ്റുകയും അവരുടെ രട്ടുകളെ അയച്ചു കർത്താവേ അത് ആനന്ദമാക്കി തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സത്യത്തിൽ നിന്ന് വായിക്കുന്ന എളിയവൻ നിലവിളിച്ചു, യഹോവ അത് കേട്ടു, തന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും യഹോവ അവനെ വിടുവിച്ചു എന്നങ്ങനെ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്ന കർത്താവേ. കർത്താവേ, ഞങ്ങൾ എളിയവനാകുന്ന ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും ഞങ്ങളുടെ യാചനകളും കേൾക്കുമാറാകണമേ കർത്താവ്. ഈ പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങളുടെ നാമത്തിൽ ഞങ്ങൾ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഏതൊരവസ്ഥയിലും ഇവരായിരിക്കട്ടെ കർത്താവേ. ഏതൊരു കർത്താവേ ഹല്ലേലൂയ കർത്താവേ സാറയുടെ കർത്താവേ ആ ഒരു ബോഡി കർത്താവേ അത് നിർജീവമായിരുന്നു, അവിടെയും ഹല്ലേലൂയ ഒരു പൈതലിനെ കൊടുക്കുവാൻ ഹല്ലേലൂയ ദൈവത്തിന് സാധിച്ചുവെങ്കിൽ ഹല്ലേലൂയ അല്ല വിവാഹം കഴിഞ്ഞ പുരുഷനെ അറിയാത്ത മറിയയിൽ ഹല്ലേലൂയ കർത്താവേ അങ്ങ് ഹല്ലേലൂയ വരുവാൻ ഒരു മുഖാന്തരമായി ഉപയോഗിച്ചുവെങ്കിൽ കർത്താവേ അത്രത്തോളം കഷ്ടപ്പാടൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ, അത്രത്തോളം അസാധ്യമായ കാര്യങ്ങളൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ലപ്പാ. എല്ലാം പരിഹരിക്കുവാൻ കഴിയുന്ന വിഷയങ്ങളേ ഉള്ളൂ കർത്താവേ. അത്ഭുതങ്ങളെ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുമാറാകണമേ, അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, അവർ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ മേൽ അങ്ങ് അത്ഭുതം ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ കരം അവരുടെ മേൽ അനുകൂലമായി വരട്ടെ കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തിൽ അങ്ങ് നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ രക്തത്തിൽ നല്ലിയവരെ പ്രൊട്ടക്റ്റ് മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളെ ചെയ്യുന്നവരെ ഹല്ലേലൂയ, കൂട്ടുകാരിൽ പരമായ ആനന്ദത്തെ ഹല്ലേലൂയ ആനന്ദ തൈലത്തെ നിറയ്ക്കുന്നവൻ ഹല്ലേലൂയ, ശത്രുക്കൾ മുൻപാകെ മേശ ഒരുക്കുന്നവൻ ഹല്ലേലൂയ. ഹല്ലേലൂയ. നടക്കില്ല എന്ന് വിചാരിക്കുന്നവിടുത്ത് വാതിലുകൾ അടഞ്ഞു, ഭാവി അടഞ്ഞു, ഇനിയൊരു ഭാവി ഇല്ല എന്ന് പറയുന്നവരുടെ മുൻപിൽ തല ഉയർത്തി ഈ ദൈവത്തെ പ്രഘോഷിപ്പിക്കുവാൻ, ഈ ദൈവത്തെ സാക്ഷീകരിക്കുവാൻ, ദൈവം ചെയ്ത വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുവാൻ തക്കവണ്ണം അവരുടെ നാവുകളെ അവരുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അത്ഭുതം ചെയ്തതിനായി സ്തോത്രം. ഇത് കേൾവിക്കാരിൽ ഒരു അനുഗ്രഹമാക്കി തീർക്കുമാറാകണം. അവരുടെ ജീവിതത്തിൽ അതൊരു രൂപാന്തരമായി പരിവർത്തനം വരുത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു അവസരത്തിന് ഒരുക്കി തന്നെ കുടുംബത്തെ ഒന്ന് പ്രാർത്ഥിക്കുന്നപ്പ അവരെ അനുഗ്രഹിക്കുമാറാകണമേ. ഈ പ്ലാറ്റ്ഫോമിലൂടെ അനേകർ ഇനിയും കടന്നു വരുവാൻ, അനേകർക്ക് ഇതൊരു അനുഗ്രഹമായി ഇതിനെ വളർത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവമാനവ മഹത്വം അങ്ങേക്കപ്പ. അങ്ങനെ എല്ലാ വഴികൾക്കുമായി നന്ദിയപ്പ. നടത്തിയ വിധങ്ങളെ ഓർക്കുമ്പോൾ, വന്ന വഴികൾ ഓർക്കുമ്പോൾ, തിരിഞ്ഞു നോക്കുമ്പോൾ നന്ദിയല്ലാതെ ഒന്നും പറയുവാൻ ഇല്ലപ്പ. അങ്ങയുടെ കൃപയൊന്നും മാത്രമപ്പ കർത്താവേ. ആകയാൽ അങ്ങയുടെ തിരുപാദപീഠങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. അത്ഭുതം ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഉരുണ്ടുമാറാതെ കിടക്കുന്ന എല്ലാ കല്ലുകളും കർത്താവെ അങ്ങിന്ന് ഉരുട്ടി മാറ്റുമാറാകണമേ. നിന്നയെ ഉരുട്ടി മാറ്റുമാറാകണമേ. അസാധ്യങ്ങളെ കർത്താവെ ഉരുട്ടി മാറ്റുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം, വാതിലുകളെ തുറക്കുന്നതിനായി സ്തോത്രം കർത്താവെ. കൂടെ നടക്കുമാറാകണമേ, സാന്നിധ്യത്തിൽ നിലനിർത്തുമാറാകണമേ.
എല്ലാ മാനവും മഹത്വം അങ്ങേക്ക്. പ്രാർത്ഥന കേട്ട് ഉത്തമലിക്ക സ്തോത്രം യേശു തമ്പുരാന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ മീറ്റിംഗിൽ ജോയിൻ ഈ വീഡിയോ ഈ സാക്ഷ്യം കാണുന്ന നിങ്ങൾ ഏവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഹല്ലേലൂയ നിങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിയുന്ന ഏവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഇതിന് അനുഗ്രഹമായി മാറട്ടെ. ദൈവം നിങ്ങളുടെ അവസ്ഥകളെ കാണുന്ന കണ്ണീരിനെ കാണുകയും അത് തുരുത്തിൽ ശേഖരിക്കുകയും തക്ക സമയത്ത് തക്ക കാലത്ത് ഹല്ലേലൂയ ഇങ്ങനെയാണ് പറയുന്നത് അല്ല തന്റെ ചെറുകൈൻ കീഴിൽ തന്റെ വലത്ത് ഭാഗത്ത് താണിരിക്കുക തക്ക സമയത്ത് നിന്നെ ഉയർത്തേണ്ടുന്നതിന് വേണ്ടി. ഹല്ലേലൂയ. ആകയാൽ ഉയർത്തുന്ന തലയെ ഉയർത്തുന്ന ഒരു ദിവസം വരും. അതിനായി ദൈവസന്നിധിയിൽ താഴ്ന്ന് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് നേരെ വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും ചൊല്ലി പറയുക, അസാധ്യങ്ങളെ വഴിമാറുക. എന്റെ ദൈവത്താൽ എനിക്ക് അതിനെല്ലാം സാധ്യം. നേരെ അതിന്റെ ജീവിതത്തിലേക്ക് വീണു വരുന്ന എല്ലാ പ്രശ്നങ്ങളെ നോക്കി പറയുക, ഇതൊന്നും എന്നെ യേശുവേ എനിക്കൊന്നും ഒരു പ്രശ്നവുമല്ല എന്ന് പറയുക. അല്ലെങ്കിൽ ഇയ്യോബൊക്കെ കടന്നുപോയത് പോലത്തെ കഷ്ടങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിട്ടില്ല. ആദ്യ സുവിശേഷകർ കടന്നുപോയ പീഡനങ്ങളിലൂടെ നമ്മൾ ഇതുവരെ കടന്നു പോയിട്ടില്ല. ഹല്ലേലൂയ. അതോർത്ത് സന്തോഷിക്കുക. വഴി ദൈവം തുറക്കും, വാതികൾ ദൈവം തുറക്കും. അടഞ്ഞു കിടക്കുന്ന വാതികളെ തുറക്കുന്ന ദിവസങ്ങളായി ഈ നാളുകൾ ദൈവം തീർക്കട്ടെ. അതോടൊപ്പം തന്നെ പുതുവർഷം വരികയാണ്. അതും നിങ്ങൾക്കൊരു അനുഗ്രഹമായി ദൈവം മാറ്റട്ടെ എന്ന് ആശംസിച്ചു ഈ അവസരം നൽകി തന്ന ആന്റിക്കും കുടുംബത്തിനും ഈ മാധ്യമത്തെ എല്ലാത്തിനും നന്ദി അറിയിച്ചുകൊണ്ട് ലഭിക്കപ്പെട്ട സമയത്ത് ഞാൻ താന്നിരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ആമേൻ. സ്തോത്രം. ആമേൻ. മോനെ കർത്താവ് സഹായിക്കട്ടെ. അനേക യൗവനക്കാർക്ക് ഈ സമയം ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഇരിപ്പാൻ കഴിയാതിരിക്കുമ്പോൾ പ്രിയ പൈതലിനെ കർത്താവ് ഇത്രത്തോളം ഉപയോഗിച്ചല്ലോ. അനേകർക്ക് അവനൊരാശ്വാസം അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു മോനെ. താങ്ക് യു.